മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, അതായത് MCX. നമുക്ക് അറിയാവുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. കമ്മോഡിറ്റികളാണ് മെയിൻലി അതിനകത്ത് ട്രേഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. ഓൾറെഡി MCX നമ്മുടെ NSEയിൽ BSEയിൽ ലിസ്റ്റഡ് സ്റ്റോക്ക് ആണ്, ലൈക്ക് BSE. അപ്പം ഇതൊരു എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇതിനകത്ത് ട്രേഡിംഗ് പ്യുവർലി നടക്കുന്ന കമ്മോഡിറ്റീസ് ആണ്. അപ്പൊ കമ്മോഡിറ്റീസിനെ നമുക്ക് 3 തരത്തിലാണ് തിരിക്കാവുന്നത്. ഒന്ന് ബുള്ളിയൻസ് എന്ന് പറയും, പിന്നെ ഒന്ന് എനർജി ബേസ്ഡ് ആയ കമ്മോഡിറ്റീസ്, പിന്നെ മൂന്നാമത്തത് മെറ്റൽസ്. ഇങ്ങനെ 3 സെഗ്മെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പ്രൊഡക്റ്റിൽ ഒന്ന് പോയി ക്ലിക്ക് ചെയ്തേ. പ്രൊഡക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്തേ. പ്രൊഡക്റ്റ് സോറി പറയാം. ഹോം മാർക്കറ്റ് ഡാറ്റ പ്രൊഡക്ട്സ്. ഹോം മാർക്കറ്റ് ഡാറ്റ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ബട്ടണില്ല, പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതില് ഞാൻ മറ്റേ ഇതിൽ പോയി ചെയ്യേണ്ടി വരില്ല. സോറി. ഓക്കെ മനസ്സിലായി. ചെയ്തു. കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തതല്ലേ, സ്ക്രീനൊക്കെ ഷെയർ ചെയ്തിട്ട് മറന്നുപോയ. അപ്പൊ ഇതിനകത്ത് അല്ല ബ്രോ ക്ലാസ് എടുത്തതല്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം കാണുന്നതാണ്, ഇതിന് നമുക്ക് നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന മാതിരി അല്ലെങ്കിൽ സെൻസെക്സ് എന്ന് പറയുന്ന മാതിരി ഈ കമ്മോഡിറ്റിയിൽ ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ 3 സെഗ്മെന്റ് ആണ്. അതിൽ ബുള്ളിയൻ എന്ന് പറയുന്നതിന്റെ ഇൻഡെക്സ് ആണ് ബുൾഡെക്സ് എന്ന് പറയുന്നത്. MCX ബുൾഡെക്സ് ആണ് ബുള്ളിയൻസിന്റെ ഇൻഡെക്സ്. മെറ്റലിന്റെ ഇൻഡെക്സ് ആണ് മെറ്റൽ ഡെക്സ്. അതുപോലെ തന്നെ എനർജിയുടെ ഇൻഡെക്സ് ആണ് എനർജി ഡെക്സ് എന്ന്. അതാണ് കമ്മോഡിറ്റിയുടെ 3 ഇൻഡെക്സുകൾ. നമ്മുടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി മാതിരി 3 ഇൻഡെക്സ് ആണ്. ഈ ബുള്ളിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ബുള്ളിയൻസ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഐറ്റം ആണ്. ഒന്ന് ഗോൾഡ്, ഒന്ന് സിൽവർ. ഈ 2 ഐറ്റമാണ് ബുള്ളിയൻസിനകത്ത്. ഗോൾഡ് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് കാണാം, സിൽവറും കാണാം. ഇനി അതിന്റെ മിനി ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത മെറ്റൽ ഇൻഡെക്സിലേക്ക് പോവാം. മെറ്റൽ ഇൻഡെക്സിന്റെ വാല്യൂ അറൈവ് ചെയ്യുന്ന പറഞ്ഞാൽ മെറ്റൽസ്, ബേസ് മെറ്റൽസിന്റെ വാല്യൂസിനാണ്. നമ്മൾ നിഫ്റ്റിയുടെ വാല്യൂ അറൈവ് ചെയ്യുന്ന മാതിരി തന്നെ ഇതൊക്കെയാണ് അതിന്റെ അണ്ടർലൈങ് അസറ്റ്സ്. അത് അണ്ടർലൈങ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഉണ്ട്, കോപ്പർ, ലെഡ്, നിക്കല്, സ്റ്റീൽ റീബാർ, സിങ്ക്. ഓക്കെ, ഇത്രയും സാധനമാണ് മെറ്റലിന്റെ അണ്ടർലൈങ് അസറ്റ്, മെറ്റൽ ഡെക്സിന്റെ. ഇനി മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് എനർജി ഡെക്സ്. എനർജി ഡെക്സിന്റെ അണ്ടർലൈങ് അസറ്റ്സ് ആണ് ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും. രണ്ടെണ്ണമുള്ളൂ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസും. ഗ്ലോബൽ മാർക്കറ്റിൽ ബ്രന്റ്, ക്രൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡീഷണൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇതിൽ ഈ 2 ഐറ്റംസുകൾ. പിന്നെ ഒരു അഗ്രികൾച്ചർ ഇൻഡെക്സ് കമ്മോഡിറ്റി ഇവിടെ ഉണ്ട്, പക്ഷെ ഇതത്ര ഫേമസ് അല്ല. ഇതിന് അഗ്രികൾച്ചർ കമ്മോഡിറ്റി അതിപ്പോ അതിനകത്ത് നിങ്ങൾക്ക് കാണാം, കോട്ടൺ കാണാം, കോട്ടൺ സീഡ് വാഷ് കാണാം, ക്രൂഡ് പാം ഓയിൽ കാണാം, കപ്പാസ് ഉണ്ട്, മെൻത ഓയിൽ ഉണ്ട്. പക്ഷെ ഇത് അധികം ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നില്ല. ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്ന 3 ഇതാണ്. ഒന്ന് ബുള്ളിയൻസ്, 2 ബേസ് മെറ്റൽ, 3 എനർജി. ഇതിന്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ബുള്ളിയൻസ് ഹൈലി വോളറ്റൈൽ ആണ്. ബുള്ളിയൻസ് ഗോൾഡ് 300-400 പോയിന്റ്സ് ഒക്കെ ഒറ്റ റണ്ണിൽ പോകും. നമ്മുടെ ബാങ്ക് നിഫ്റ്റി മാതിരി ഹൈലി മൂവ്മെന്റ് ഉള്ള സാധനമാണ് ബുള്ളിയൻസ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സിൽവറും നല്ല മൂവ്മെന്റ് തരുന്ന ഒരു സാധനമാണ് സിൽവറും. അത് ഒരു ദിവസമൊക്കെ 1000-2000 പോയിന്റ് ഒക്കെ പോകുന്ന ദിവസങ്ങളുണ്ട്. ഇനി ബേസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ലോ മൂവിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വളരെ സ്ലോ ആയിട്ട് ഒരു ഫിക്സഡ് റേഞ്ചിൽ പോകും. അത് ഡിപ്പെൻഡ്സ് ഓൺ ചൈന മെറ്റൽ പ്രൈസും ഗ്ലോബൽ മെറ്റൽ പ്രൈസും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്ലോലി മൂവ് ചെയ്യുന്ന സാധനമാണ് ഈ മെറ്റൽസ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് കോപ്പറും സിങ്കും ആണ്. അതിനകത്താണ് ഏറ്റവും കൂടുതൽ വോളിയം വരുന്നത്, കോപ്പറും സിങ്കും. അതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ 2 ബേസ് മെറ്റൽ. ബാക്കിയുള്ളതിനകത്ത് നമ്മുടെ മാർക്കറ്റിൽ വോളിയം കുറവാണ്. ഗ്ലോബൽ മാർക്കറ്റിലുണ്ട്, നമ്മുടെ മാർക്കറ്റിൽ വോളിയം കുറവ്. എങ്ങനെ എടുത്താലും നമ്മുടെ മാർക്കറ്റിൽ വരുമ്പോൾ വോളിയം കുറവായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മാർക്കറ്റിൽ പ്രൈസ് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഫ്യൂച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ വോളിയം ട്രേഡ് നടന്നെങ്കിൽ മാത്രമേ മൂവ്മെന്റ്. പക്ഷെ ഗ്ലോബൽ മാർക്കറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മൂവ്മെന്റ് വരും, പക്ഷെ വളരെ പൊതുവെ അത് മൂവ്മെന്റ് സ്ലോ ആണ്. പിന്നെ മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി വോളറ്റൈലും അല്ല, എന്നാൽ സ്ലോയും അല്ല, അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള, നമുക്കൊരു സിംഗ് മൂവ്മെന്റ് എന്നൊക്കെ മാതിരി കിട്ടുന്ന ഒരു ഏരിയ ആണ് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്. നിങ്ങൾക്കറിയാം ക്രൂഡ് ഓയിൽ ഒരു ട്രേഡബിൾ കമ്മ്യൂണിറ്റി ആണ്, നാച്ചുറൽ ഗ്യാസും അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. രണ്ടും അറിയാമല്ലോ,
എനർജി സെക്ടറിൽ വരുന്ന 2 പ്രൊഡക്റ്റുകളാണ്. ഞാൻ ആ ഫീൽഡിലുള്ളതാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അതിലേക്ക് പോകും. ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എവിടുന്ന് ഇടുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കഥയാണ്. അപ്പോൾ അത് ഫോണിൽ നമുക്ക് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. ഇത് ഫ്യൂച്ചറുകളാണ് മെയിനായിട്ട് എല്ലാത്തിനും ഉള്ളത്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചർ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം 4-5 ലക്ഷം രൂപ വില വരും ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചർ പർച്ചേസ് ചെയ്യണം. നാച്ചുറൽ ഗ്യാസിന്റെ പർച്ചേസ് ചെയ്യണം. അതായത് കറണ്ട് റേറ്റ്, കറണ്ട് ഇപ്പോൾ 5194 സംതിങ് ആണ് ക്രൂഡ് ഓയിൽ. അത് ഇന്ത്യൻ റുപ്പീസിലാണ്. അതിന്റെ അണ്ടർലൈങ് അസറ്റ് അല്ലെങ്കിൽ അതിന്റെ പെഗ് ചെയ്തിരിക്കുന്നത്, ആ പ്രൈസ് 5164 പെഗ് ചെയ്തിരിക്കുന്നത് $. $61, $62 $. കമ്മോഡിറ്റി ഉണ്ട് ഇന്റർനാഷണൽ ഗ്ലോബൽ മാർക്കറ്റിൽ. അതിന്റെ കൺവേർഷൻ വെച്ചിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ഇൻറ്റു ക്വാണ്ടിറ്റി 100 ഇൻറ്റു 10% നമ്മുടെ പ്രീമിയം എമൗണ്ട്, ഫ്യൂച്ചർ എടുക്കാനുള്ള എമൗണ്ട് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് അത്രയും വില വരുന്നത്. നാച്ചുറൽ ഗ്യാസും അതുപോലെ തന്നെയാണ്. ഇതിന്റെ എല്ലാത്തിനും ഫ്യൂച്ചറിന് ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഫ്യൂച്ചർ വില ഉള്ള കാരണമാണ് അടുത്ത സെക്ടറിൽ പിന്നെ നമുക്ക് ഫ്യൂച്ചറിന് പകരം എടുക്കാവുന്ന ഓപ്ഷനാണ്. ഓപ്ഷൻസ് ക്രൂഡ് ഓയിലിനും നാച്ചുറൽ ഗ്യാസിന്റെ ഓപ്ഷൻസ് അത്യാവശ്യം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഓപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യം ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അറ്റ് ദ മണി, നിയർ അറ്റ് ദ മണി, നിയർ ഔട്ട് ഓഫ് ദ മണി, നിയർ ഇൻ ദ മണിയൊക്കെ അത്യാവശ്യം ഇതുള്ളതാണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് അതിൽ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. അടുത്ത പിന്നെ എല്ലാവരും ചെയ്യുന്ന ഗോൾഡാണ്. നോർത്ത് ഇന്ത്യൻസ് മൊത്തം ചെയ്യുന്ന ഗോൾഡിലാണ്. ഗോൾഡ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഗോൾഡിന്റെ മിനി എടുക്കും. ഗോൾഡ് ഫ്യൂച്ചർ വില കൂടുതലായതുകൊണ്ടും അല്ലെങ്കിൽ അതിന്റെ ഗോൾഡിന്റെ ഓപ്ഷൻസും ഉണ്ട്, ഓപ്ഷൻസിനും ചെയ്യും. പിന്നെ ഗോൾഡ് മേടിക്കാൻ 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വേണം ഗോൾഡ് ഫ്യൂച്ചർ മേടിക്കാൻ. അപ്പം അതിന്റെ മിനി വേർഷൻ ഇറക്കിയത് കൂടുതൽ ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അതിന്റെ മിനി വേർഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിന്റെ പ്രൈസ് കുറച്ചിട്ടുള്ള ഒരു വേർഷനാണ്. അതായത് പ്രൈസ് കുറയ്ക്കുന്ന ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ്. ക്വാണ്ടിറ്റി അതിന്റെ യൂണിറ്റ്സിലാണ് ഇതിന്റെ എല്ലാം ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അലൂമിനിയം, കോപ്പർ, സിൽവർ ഇതിന്റെ എല്ലാം കിലോയിലാണ്. നാച്ചുറൽ ഗ്യാസിന്റെ ബാരൽസിലാണ്. ക്രൂഡ് ഓയിലിന്റെ ബാരൽസിലാണ്. നാച്ചുറൽ ഗ്യാസിന്റെ BTUയിലാണ്. ഗ്യാസിന്റെ യൂണിറ്റ് BTU ആണ്. BTUയിലാണ് വരുന്നത്. ഗോൾഡിന്റെ ക്യാരറ്റ് ആണെന്ന് തോന്നുന്നു, ക്യാരറ്റ് ആണോ കിലോ ആണോ, അങ്ങനെ ആ ഒരു ബേസിലാണ് ഗോൾഡിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നിന്റെ നാച്ചുറൽ സെയിലബിൾ യൂണിറ്റിലാണ് ഇതിന്റെ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇതിനകത്ത് തന്നെ ഈ സൈറ്റിൽ തന്നെ ഇതിന്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻസ് അടങ്ങുന്ന പേജുകളുണ്ട്. ഓരോന്നിനെ കുറിച്ച് ഓരോന്നിനും ക്ലിക്ക് ചെയ്ത് ഗോൾഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി എന്താ വരുന്നത്. ഗോൾഡിലൊന്ന് ക്ലിക്ക് ചെയ്യും, താഴോട്ട് വയ്ക്കാം. അതിന്റെ കോൺട്രാക്ട് ഫ്യൂച്ചറിന്റെ കോൺട്രാക്ട് സ്പെസിഫിക്കേഷൻസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്തു. ഈ ഒരു പ്രോഡക്റ്റ് ലീഫ്ലെറ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതിന്റെ ക്വാണ്ടിറ്റി, എത്ര ലോട്ടാണ്, അതിന്റെ ഡീറ്റെയിൽസുകളൊക്കെ, അതിനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഫ്യൂച്ചേഴ്സ്, അതിന്റെ സ്പെസിഫിക്കേഷൻ, ആ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷനും അതിന്റെ ട്രേഡ് കണ്ടീഷൻസും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്യാഷ് സെറ്റിൽമെന്റ് ആണ് വരുന്നത് മിക്കതിലും. അപ്പൊ അതിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാം. ഇനി ഞാൻ ഡയറക്റ്റ് ഇതിന്റെ ചാർട്ടുകളിലേക്കൊക്കെ പോകാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഷെയർ ചെയ്തോളാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു. താങ്ക് യു അഷി. ഇതുവരെ എല്ലാവരും ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് നമ്മൾ ഫോറക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വോളിയുള്ളത് ഏതൊക്കെ ആയിരിക്കും? ഫോറക്സിൽ ഗോൾഡ് അല്ലേ വരുന്നത്? ഗോൾഡിന്റെ കൺവേർഷൻ അല്ലേ? ഗോൾഡ് USD അങ്ങോട്ടല്ലേ കൺവേർട്ട് ചെയ്തേക്കുന്നത്? ഗോൾഡ് USD ആയിട്ട് പെഗ് ചെയ്തിട്ടാണ് ഗോൾഡ് ടു USD അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ടു USD അങ്ങനെ ടിതർ ചെയ്തെന്ന് അത് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ഫോറക്സിൽ ഗോൾഡ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർ കമ്മോഡിറ്റിയിൽ. എന്റെ സ്ക്രീൻ വന്നിട്ടുണ്ടോ? കാണുന്നുണ്ട്. എനിക്കിവിടെ ലേഔട്ട് ചെറുതാക്കുക.
ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. നേരത്തെ പറഞ്ഞത് സ്ക്രീൻ വന്നിട്ടുണ്ടോ എന്റെ? മിന്റ് എന്ന് പറഞ്ഞ കാണുന്നുണ്ടോ? മിന്റ് എന്ന് പറഞ്ഞ കാണുന്നേ? ഹോൾഡിങ്സ് പൊസിഷൻ മിന്റ് ആണോ കാണുന്നത്? മിന്റിന്റെ പ്ലാറ്റ്ഫോം ആണോ? മിന്റ് ആണോ കാണുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇപ്പൊ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി ഇട്ടതാ കയറുന്നതിന് മുന്നേ. അപ്പൊ ഇതിന്റെ കോൺട്രാക്ട് സെയിം ഡേ ഒന്നുമല്ല എക്സ്പയറി. പല ഇതിനും പല എക്സ്പയറി ആണ്. അത് എക്സ്പയറി ബേസ് ചെയ്തിരിക്കുന്ന ഗ്ലോബൽ മാർക്കറ്റിലെ എക്സ്പയറി ആയിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ക്രൂഡിന്റെ അടുത്ത സീരീസ് ഓഫ് എക്സ്പയറീസ് ആണ് 18 ജൂൺ. അതായത് മെയ് 18 തുടങ്ങി 18 ജൂണിന് തീരും. അതിനടുത്ത കോൺട്രാക്ട് മെയ് 19 സ്റ്റാർട്ട് അല്ല ജൂൺ 18 സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ 21 ക്ലോസ് ചെയ്യുന്നത്. ക്രൂഡിന്റെ പിന്നെ ഇത് ക്രൂഡ് ഓയിൽ. നമുക്ക് ക്രൂഡ് ഓയിലിന്റെ ഫുൾ ഫ്യൂച്ചർ ആണ് ഇത്. ഇത് ക്രൂഡ് ഓയിലിന്റെ മിനി ആണ്. അതായത് ക്രൂഡ് ഓയിൽ എം എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പയറി സെയിം ഡേറ്റ് ആണ് 18 ജൂൺ. അതിന്റെ ക്രൂഡ് ഓയിൽ മിനിയുടെ ജൂലൈയിൽ എക്സ്പയർ ചെയ്ത്. ഇത് നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസിന്റെ എക്സ്പയറി 25 ജൂൺ ആണ്. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് നാച്ചുറൽ ഗ്യാസ് മെയ് ക്ലോസ് ചെയ്ത് പുതിയ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇതാണ്. ഇത് ജൂലൈ ആണ്. നാച്ചുറൽ ഗ്യാസ് മിനി ആണിത്. മിനിയും അതും ഒരേ ദിവസം തന്നെ വരുന്നത്. മിനി നമ്മുടെ മാർക്കറ്റിലേക്ക് അവർ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ക്വാണ്ടിറ്റി ആക്കി ട്രേഡബിൾ ആക്കി വെച്ചേക്കുന്നേ ഉള്ളൂ. ആക്ച്വലി ഇതിന്റെ എക്സ്പയറി എല്ലാം സെയിം ആണ്. പിന്നെ ഗോൾഡ് ആണ് വരുന്നത്. ഗോൾഡ് 5 ജൂൺ ആണ് ഇപ്പോഴത്തെ എക്സ്പയറി. അടുത്ത എക്സ്പയറി 5 ഓഗസ്റ്റ്. മന്ത്ലി എക്സ്പയറി പോകുന്നത് എനിക്കൊന്ന് 6 മാസത്തെ വരെ കണ്ടുണ്ടെന്ന് ഗോൾഡിനകത്ത്. ഇനി ഈ ഗോൾഡ് എം എന്ന് പറയുന്നത് ഗോൾഡിന്റെ മിനി വെർഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ 97,567 വരും. ഗോൾഡ് മിനി 97,514, 95, 91. പക്ഷെ ഇതിന്റെ എല്ലാം ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. പ്രൈസ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഇത് ഗോൾഡ് മിനി ആണ്. ഇനി അതിലും ചെറിയൊരു വെർഷനാണ് ഗോൾഡ് പെറ്റൽ. അതിലും ചെറിയ വെർഷനാണ് ഗോൾഡ് ഗിനിയ. ഇതെല്ലാം ഫ്യൂച്ചർ എടുക്കാം. ഇതിന്റെയൊക്കെ എക്സ്പയറി ഇന്റർനാഷണൽ മാർക്കറ്റ് ഈ വെർഷൻസ് ഉള്ളത് കൊണ്ട് ആ എക്സ്പയറി ആയിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് അടുത്ത സിൽവർ എടുക്കുക. സിൽവറിനകത്ത് സിൽവർ ജൂലൈയിൽ എക്സ്പയറി. സിൽവർ മൈക്രോ. സിൽവർ മിനി ഇല്ല, സിൽവർക്ക് മൈക്രോ ആണെന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറഞ്ഞാൽ സിൽവറിന്റെ ചെറിയ ക്വാണ്ടിറ്റിക്ക്. പിന്നെ വരുന്നത് കോപ്പറാണ്. കോപ്പറിന് മിനി ഇല്ല, കോപ്പർ ഫുൾ വെർഷനാണ് ഉള്ളത്. അലൂമിനിയം ഉണ്ട്. പിന്നെ സിങ്ക് ഉണ്ട്. സിങ്കിന്റെ ലോട്ട് കുറച്ച് കൂടുതലാണ്. സിങ്കിന് മിനി ഇറക്കിയിട്ടുണ്ട്. പിന്നെ ലെഡ് ഉണ്ട്. ലെഡിന്റെ ലോട്ട് കൂടുതൽ. ലെഡിന്റെ സിങ്കിന്റെ ഒക്കെ ലോട്ട് ഒരുപാട് കൂടുതലായതുകൊണ്ടാണ് ലെഡിന് മിനി ഇറക്കിയിട്ടുണ്ട്. പിന്നെ നിക്കൽ ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഞാൻ ക്രൂഡ് ഓയിലിന്റെ പറഞ്ഞുതരാം. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ട്രേഡ് ഇപ്പൊ ലൈവ് മാർക്കറ്റ് ആണ്. ഇതിന്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് നമ്മുടെ മാർക്കറ്റിനൊപ്പം തുറക്കും. വൈകിട്ട് രാത്രി 11:30 വരെ ഉണ്ടാവും. US ടൈം 1 hour ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സമ്മർ സീസണിൽ 12 മണി വരെ ഉണ്ടാവും. അല്ലെങ്കിൽ വിന്റർ സീസണിൽ 11, 11:30 വരെയൊക്കെയാണ് ഇതിന്റെ ടൈം ഉള്ളത്. നൈറ്റ് 11:30 വരെ. US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സമയം 7 മണിക്കാണ്. അത് മറ്റേ ടൈമിംഗ് വ്യത്യാസം വരുമ്പോൾ എനിക്ക് തോന്നുന്നു 6 മണിയാവും തോന്നുന്നു. ഇപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഇത് ഫുൾ ടൈം വെച്ചേക്കുന്നത് ഇത്രയും സമയം. ഇപ്പം ഓൾറെഡി നമുക്ക് ലൈവ് മാർക്കറ്റ് ആണ് ഉള്ളത്. ക്ലിയർ ആണോ ഇതുവരെ? കേൾക്കാതെ പോകുന്നു. ഇതിന്റെ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്രൂഡിന്റെ ചാർട്ട് ആണിത്. ക്രൂഡ് 5196 ഇരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ലൈവ് ആണ്. മാർക്കറ്റ് ഇവിടുന്ന് 5200 ഇടിഞ്ഞിട്ട് ഇവിടെ വേണം. ഇന്നത്തെ ദിവസം രാവിലെ തൊട്ടുള്ള ചാർട്ടാണ് ഇവിടെ ഉള്ളത്. 31-ാം തീയതി രാവിലെ 9 മണിക്ക് തുടങ്ങി രാത്രി ഇപ്പൊ 9, നാട്ടില് 8 മണിയായില്ലേ, നാട്ടിൽ 11:30 വരെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഹോളിഡേ ഉള്ള ദിവസം MCX മാർക്കറ്റ് വൈകിട്ട് 5 മണിക്ക് യൂഷ്വലി എല്ലാ ഹോളിഡേക്കും വൈകിട്ട് 5 മണി തൊട്ട് 12 മണി വരെ തുറക്കുന്നതായിരിക്കും. നമ്മുടെ മാർക്കറ്റ് ഡെയിലി ക്ലോസ് ആണെങ്കിൽ ഇത് ഈവനിങ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. പിന്നെ US മാർക്കറ്റ് ക്ലോസ് ഉള്ള ദിവസം നമ്മുടെ മാർക്കറ്റ് തുറക്കുമെങ്കിൽ ഇതിനകത്ത് കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും നടക്കില്ല.
ഇതിനകത്ത് ഞാൻ പറഞ്ഞു US മാർക്കറ്റ് തുറക്കുന്ന സമയം 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കുള്ള മൂവ്മെന്റ് ഉണ്ട്. ഇതാണ് 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കുള്ള മൂവ്മെന്റ്. ഈ ഒരു മൂവ്മെന്റ് വന്നത് 5:20-ന്. 5:20-ന് അത് എനിക്ക് തോന്നുന്നു യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ലണ്ടൻ മാർക്കറ്റൊക്കെ 1 മണിക്ക്, നമ്മൾ 1 മണിക്കാണ് തുറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുന്ന ടൈമിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ഇത്. പക്ഷേ US മാർക്കറ്റ് തുറക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വോളറ്റിലിറ്റി ഉണ്ടാവും. ഇത് മൊത്തത്തിൽ ഒന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും 6:30-ക്ക് ഇതുപോലൊരു അത്യാവശ്യം മൂവ്മെന്റ് ഉണ്ടാവും എല്ലാ ദിവസവും. ഇവിടെ കണ്ട 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഒരു 90%-ഉം US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഹ്യൂജ് വോളിയം വരുന്നത്, ഹ്യൂജ് ട്രേഡേഴ്സ് എൻഡേഴ്സ് ആവുന്നത്. ഓൾറെഡി നമ്മുടെ മാർക്കറ്റായിട്ട് ഇത് പ്രൈസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ ഹ്യൂജ് മൂവ്മെന്റുകളൊക്കെ വരുന്നത് US മാർക്കറ്റ് തുറക്കുന്നതായിരിക്കും. അതായത് നമുക്ക് ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട് കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഉണ്ടോ ഇവിടെ 6 മണിക്കുണ്ടോ, 6 മണിക്കൊരു മൂവ്മെന്റ് ഉണ്ടാകും. മിക്ക ദിവസവും 6 മണിക്കൊരു മൂവ്മെന്റ് ഉണ്ടാവും. ഇവിടെ 6 മണിക്കൊരു ട്രെൻഡിങ് ഉണ്ട്. 6 മണിയല്ല 7 മണി, ആ ഒരു ടൈം ഇടയ്ക്ക് US ടൈമിനനുസരിച്ച് 6 മണി 7 മണി മാറും. ഇതാണ് ക്രൂഡ് ഓയിലിന്റെ ചാർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ് വരുന്നത്. ഇതിന്റെ ജൂൺ ഫ്യൂച്ചറിന്റെ ചാർട്ടാണിത്. ഇതുപോലെ ജൂലൈ ഫ്യൂച്ചർ ഉണ്ട്, ഓഗസ്റ്റ് ഫ്യൂച്ചർ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും കറണ്ട് മന്തിന്റെ ഫ്യൂച്ചറിനകത്ത് ഓപ്ഷൻ ചെയ്യുന്നതായിരിക്കും നല്ല. അത്യാവശ്യം OA ഉണ്ട്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓപ്പൺ ഇൻട്രസ്റ്റ് അത്യാവശ്യം ഈ ഏരിയയിലൊക്കെ ഇതിനോടടുത്ത്, അടുത്ത മണിയോടടുത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ്. എഫാൻഡോ അറിയാത്തവർ ക്ഷമിക്കുക, കേട്ടിട്ടിരിന്നാൽ മതി. അപ്പോൾ ഓപ്ഷനോട് അടുത്തുള്ള നമ്മുടെ അടുത്ത മണിയോട് അടുത്തുള്ള സ്ട്രൈക്കുകൾ, കോളുകളിലും പുട്ടുകളിലും അത്യാവശ്യം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബൈ വേണമെങ്കിൽ ചെയ്യാം, സെല്ല് വേണമെങ്കിലും ചെയ്യാം, പുട്ട് വേണമെങ്കിലും ബൈ ചെയ്യാം, കോള് വേണമെങ്കിലും ബൈ ചെയ്യാം. നമ്മുടെ ഓപ്ഷൻ ബയേഴ്സ് കോള് പുട്ട് ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെല്ലേഴ്സ് ആണെങ്കിൽ സെല് ചെയ്യാം. സെല് ചെയ്യുമ്പോൾ നമുക്കറിയാലോ മാർജിൻ കൂടുതൽ വേണം. ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപ ഒരു ലോട്ട്, ഇപ്പോൾ 200-ന്റെ കോള് പുട്ടാണ് ഞാൻ ബൈ ചെയ്തത്. അതായത് ക്രൂഡ് ഓയിൽ എക്സ്പയറി 16 ജൂൺ, പുട്ട് എന്ന് പറഞ്ഞ പുട്ട് 5250-ന്റെ സ്ട്രൈക്ക്, പ്രീമിയം 201 രൂപ. ഓക്കെ, ഇത് എല്ലാ ഇന്ത്യൻ റുപ്പീസിലാണ് വരുന്നത് MCX-ൽ. ഇത് 100 ബാരലാണ് ഇതിന്റെ യൂണിറ്റ് ലോട്ട് ഉണ്ട്. 100 ബാരലാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അതായത് 100 ബാരൽ എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ്, ക്രൂഡ് ഓയിലിന്റെ യൂണിറ്റ് ആണ്. ബാരലിലാണ് ക്രൂഡ് ഓയിൽ മെഷർ ചെയ്യുന്നത്. 100 ബാരൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രീമിയം പ്രൈസ് ആണ്, ആ ഒരു സ്ട്രൈക്ക് പ്രൈസുള്ള പ്രീമിയത്തിന്റെ പ്രൈസ് ആണ്. ഇതിപ്പോൾ ബൈ ചെയ്യാൻ നമുക്ക് വേണ്ട എമൗണ്ട് മാർജിൻ നമുക്ക് വേണ്ടി 20,000 രൂപയാണ് നമുക്ക് മാർജിൻ വേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഡമ്മി അക്കൗണ്ട് ആണ്, അതിനകത്ത് ക്യാഷ് ഒന്നും ഇല്ലാത്ത. അപ്പം ഇത് നമ്മൾ ഓപ്ഷൻ ചെയ്യുന്ന മാതിരി തന്നെ നമുക്ക് എടുക്കാം. സ്റ്റോപ്പ് ലോസും വെക്കാം. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റും GTT ഒക്കെ ഇട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓപ്ഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഇതാണ്. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് വോളിയം ഉള്ളത് വോളിയം ആണിത്. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് അതിപ്പോൾ 0.17 ആണ്, 1.8 ഇവിടെയൊക്കെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ നോക്കി ബൈ ചെയ്യേണ്ടത്. 0.6 ഓപ്പൺ ഇൻട്രസ്റ്റ് ഇല്ലാത്തടത്ത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഉണ്ടാവില്ല. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് പെട്ടെന്ന് കയറില്ല. ഇതിപ്പോൾ 5400 സ്ട്രൈക്ക്, സി ഇവിടെ വന്നത് കോൾ ഓപ്ഷൻ ആണ്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുള്ള കൺവിക്ഷനോട് എടുക്കുമ്പോഴാണ് കോൾ എടുക്കുന്നത്. പ്രൈസ് താഴേക്ക് പോകുന്നുള്ള കൺവിക്ഷൻ എടുക്കുമ്പോഴാണ് നമ്മളിവിടെ പുട്ട് എടുക്കുന്നത്. പ്രൈസ് മുകളിലേക്ക് പോകുന്ന കൺവിക്ഷൻ എടുക്കുന്നത് നമ്മൾ കോൾ എടുക്കുന്നു. അതിന്റെ 5400 സ്ട്രൈക്കിന്റെ പ്രീമിയം 92. ഓക്കെ, ഇത്
മാർജിൻ വേണ്ടത് 9342. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ 100 ക്വാണ്ടിറ്റി ആണുള്ളത്. ഓക്കെ, ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് 93. പ്രീമിയം ഇൻറ്റു ക്വാണ്ടിറ്റി 930, 9342. 42 അതിന്റെ അഡീഷണൽ ബ്രോക്കറേജ് എല്ലാം ചേർത്തിട്ട് അവിടെ ബ്രേക്കൗട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 9432ന്റെ ബ്രേക്കൗട്ട് എത്ര വരുന്നത്. ഓക്കെ, ഓർഡർ മാർജിൻ ഇതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അതായത് 93.1 ഇൻറ്റു 100 അതാണ് ഇതിന്റെ കണക്ക്. നിങ്ങൾ വേറൊരു സ്ട്രൈക്ക് എടുത്ത് നോക്കാം, ഇവിടെ എടുത്ത് നോക്കാം. ഇത് 114 ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ്. ഈ 114 എന്തുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ആക്റ്റീവ് അല്ല. ഇവിടെ കണ്ടോ, കളർ കൊടുത്തിട്ടില്ലേ? കളർ ഉള്ളിടത്ത് എടുത്താൽ മാത്രമേ കിട്ടൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സെല്ല് ചെയ്തിട്ടില്ലായിരുന്നു. സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെല്ലറാണ് ആദ്യം ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. സെല്ലറാണ് കോൺട്രാക്ട് ഓപ്ഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലറോട് ഒന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സ്ട്രൈക്കിൽ എടുക്കാം. ഇപ്പോൾ അവിടെ ആരും സെല്ല് ചെയ്തിട്ടില്ല ആ കോൺട്രാക്ട്. അപ്പം അടുത്ത സെല്ലറുള്ള ഇവിടെ ഓക്കെ 0.02, വളരെ കുറച്ച് സെല്ലറേ ഉള്ളൂ. ഇവിടെ നോക്കൂ 0.16, സെല്ലർ കൂടുതലുണ്ട്. ഈ ഒരു സ്ട്രൈക്ക് എടുക്കാം. ഇത് സംബന്ധിച്ചിടത്തോളം ഇത് ഇൻ ദ മണി, ഇത് ഔട്ട് ഓഫ് ദ മണി, ഇത് ഇൻ ദ മണി, ഇത് ഔട്ട് ഓഫ് ദ മണി. അങ്ങനെയാണ് ഇതിന്റെ പുട്ടും കോളും. എനിക്ക് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് അറിയാം, അറിയാത്തവർ ക്ഷമിക്കുക. ഇവിടുത്തെ ബൈ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബൈ എടുത്തത് 175. 175.4 ഇൻറ്റു 100, അതായത് 17,570. 540 അതിന്റെ ഇതെല്ലാം കൂട്ടിയാന്ന് തോന്നുന്നു. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഈസി 17,540, അതാണ് ഇൻറ്റു 100, അതാണ് കണക്ക്. അത്രയാണ് എടുക്കാനുള്ള കാശ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഹലോ, ഏതാണ്ട് ഒരു പേടിയും പുകയൊക്കെ കത്തി. നിങ്ങളെ ഓപ്ഷൻ പുലിയല്ലേ, പിന്നെ നിങ്ങൾ പോക വരാന്ന് പറഞ്ഞാലും ക്ലിയർ അല്ലേ? ഓപ്ഷൻ അറിയാത്തവരവസ്ഥ എന്തായിരിക്കും? ആരും ഒന്നും മിണ്ടുന്നില്ല. ടീച്ചറൊക്കെ എടുത്ത് പോയി ചോറും കറിയും തിന്നാൻ തുടങ്ങി തോന്നുന്നു. ഓപ്ഷൻ ചെയ്യാത്തത് കൊണ്ട് അത്ര അറിയില്ല, പക്ഷെ എന്നിരുന്നാലും കേൾക്കുന്നുണ്ട്. ഓപ്ഷൻ ക്ലാസ് അറിയിച്ചുതരാം. ഇതിനും എല്ലാം ഉണ്ട്, പക്ഷെ ഇത് മന്ത്ലി എക്സ്പയർ ചെയ്യാണ്ട് നമുക്ക് അധികം അഫക്ട് ചെയ്യത്തില്ല. ഡെൽറ്റ എല്ലാത്തിനും ഉണ്ട്. ഡെൽറ്റ എല്ലാം ഇത് സ്ട്രൈക്ക് ബേസ് ചെയ്തിട്ടല്ല ഡിഫൈൻ ചെയ്തേക്കുന്നത്. സ്ട്രൈക്ക് ഓരോ സ്ട്രൈക്കിലും ഡെൽറ്റയും ഗാമയും ഓപ്ഷൻ ലീക്സ് എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം ഇതിന്റെ പാർട്ടാണ്. പക്ഷെ ഇതിനകത്ത് എക്സ്പയർ മന്ത്ലി ആയതുകൊണ്ട് നമുക്ക് അത്ര അഫക്ട് ചെയ്തു. ഇപ്പൊ 2 ദിവസമൊക്കെ ഇപ്പൊ ഒരു സ്ട്രൈക്ക് DK പറയാം താഴെ പോയിട്ട് തിരിച്ചു വന്നാല് ഒരു 5 പോയിന്റിന്റെ ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസ് വരത്തുള്ളൂ. 500 രൂപയുടെ ഒക്കെ ലോസ് വരത്തുള്ളൂ. അതുകൊണ്ട് അത്ര DK ഉണ്ടാവില്ല. പക്ഷെ അവസാനത്തെ ദിവസം എക്സ്പയറിയുടെ ഒന്നും അതിന്റെ തലേന്ന് 2 ദിവസം മുന്നേ നല്ല DK ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ഗാമ ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഗാമ ബ്ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇൻവെന്ററി ഡേ ഉണ്ടല്ലോ. ഇൻവെന്ററി ഡേയിൽ അവർ ഡാറ്റ പബ്ലിഷ് ചെയ്യുന്ന ദിവസം ഭയങ്കര മൂവ്മെന്റുകൾ ഉണ്ടാവും. കുറച്ച് ദിവസമായിട്ട് ക്രൂഡ് സ്ലോ ആണ്. ക്രൂഡ് അധികം മൂവ്മെന്റ് ഇല്ല. NG ആണ് നല്ല മൂവ്മെന്റ് തരുന്നത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ, അവൈലബിൾ കോൺട്രാക്റ്റുകൾ. 18 ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, നവംബർ വരെ ഉണ്ട്. നവംബർ വരെയുള്ള കോൺട്രാക്ട് ഓൾറെഡി ഓപ്പൺ ആണ്. ഇനി ഇതിന്റെ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. സിമ്പിൾ ക്രൂഡ് ഓയിൽ 18 ജൂൺ, എക്സ്ചേഞ്ച് MCX എക്സ്പയറി, ഇൻസ്ട്രുമെന്റ് ഫ്യൂച്ചർ കമ്മോഡിറ്റി, സെഗ്മെന്റ് കമ്മോഡിറ്റി, ടിക്ക് സൈസ് 1, ലോട്ട് സൈസ് 100. നമ്മൾ കണ്ട യൂണിറ്റ് പ്രൈസ് യൂണിറ്റ് BBL. ഓക്കെ, ഷെൽ മാർജിൻ. ഓക്കെ, ടെൻഡർ എൻഡ് ഡേറ്റ്, അതായത് 18 ജൂണിലാണ് ഇത് എക്സ്പയറി ഡേറ്റ്. അതാണ് ടെൻഡർ എൻഡ് ഡേറ്റ്. എക്സസൈസ് സ്റ്റാർട്ട് ഡേറ്റ് 18 ജൂണിൽ നമ്മൾ സാധാരണ 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യണം എക്സ്പയറി ഡേയിൽ യൂഷ്വലി. എന്നിട്ട് അടുത്ത കോൺട്രാക്റ്റിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യണം. ഇല്ലെങ്കിൽ അത് നമുക്ക് ഓൾറെഡി മെസ്സേജുകൾ വരും ബ്രോക്കർ എടുക്കുന്ന.
എക്സ്പയറി ദിവസം മാത്രം. അല്ലാത്തപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ക്യാരി ഫോർവേഡ് ചെയ്യാം. പകല് 9 മണിക്കാണോ ചോദിക്കുന്നത്, അതോ വൈകിട്ട് 9 മണിക്കാണോ? വൈകിട്ട് 9 മണിക്ക്. വൈകിട്ട് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. എക്സ്പയറി ഡേ മാക്സിമം രാവിലെ 6-7 മണിക്കുള്ള ട്രേഡ് കിട്ടുവാണെങ്കിൽ നിർത്തിയിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ലിസ്റ്റിംഗ് ഡേ ഇതിപ്പോ ലിസ്റ്റ് ചെയ്തത്, ഈ ഫ്യൂച്ചർ ലിസ്റ്റ് ചെയ്ത് ഡിസംബർ ലിസ്റ്റ് ചെയ്ത 6 മാസത്തെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോ ഇതിന്റെ മനസ്സിലായ കാരണം ഞാൻ ബാക്കിയുള്ളതെല്ലാം ഓടിച്ചിട്ട് പറയാം. ബാക്കി അടുത്ത ഇപ്പൊ ക്രൂഡ് പറഞ്ഞു, നാച്ചുറൽ ഗ്യാസ് അത് തന്നെ അവസ്ഥ. ഫ്യൂച്ചർ ഇത്ര അവൈലബിൾ ആണ്. അടുത്ത നവംബർ വരെയുള്ള ഫ്യൂച്ചർ ഉണ്ട്. ഇൻഫർമേഷനിലേക്ക് പോവാം. നാച്ചുറൽ ഗ്യാസിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MMBTU ആണ് നാച്ചുറൽ ഗ്യാസിന്റെ യൂണിറ്റ്. അപ്പൊ ഈ MMBTU ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ലോട്ട് സൈസ് 1250 MMBTU ആണ് ഒരു ലോട്ട്. ഇതിന്റെ ഓപ്ഷൻ ഡേറ്റയിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഓപ്ഷനിൽ പോയിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ 16 ആണ്. ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുക. ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ള സ്ട്രൈക്കിലാണ് മൂവ്മെന്റ് വരുന്നത്. 0.8 ഉണ്ട്. ഇതിന്റെ 16 ആണ് ഇതിന്റെ വില. ഈ 16.7 ഇൻറ്റു 1250 ആണ് ഇത് വാങ്ങാനുള്ള പൈസ, അതായത് 20,000 രൂപ. ഇതിനകത്ത് 16.7 നിന്ന് 17.7 എത്തിക്കഴിഞ്ഞാൽ 1250 രൂപ പ്രോഫിറ്റ്. അതായത് ഒരു പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 1250 രൂപ. 2 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2500 രൂപ. അതാണ് എൻ്റെ കണക്ക്. മറ്റേതിനകത്ത് 100 പോയിന്റ് കയറി കഴിഞ്ഞാൽ 1000 രൂപ നമുക്ക് കിട്ടും. ഓരോ 10 പോയിന്റിന് 100 രൂപ വെച്ചിട്ടാണ് ക്രൂഡ് ഓയിൽ കയറുന്നത്. അതെന്ന് വെച്ചാൽ അതിന്റെ യൂണിറ്റ് 100 ആയിരുന്നു. അപ്പൊ ഓരോ 10 പോയിന്റ് കയറുമ്പോഴും 100 രൂപ കയറും. ഓരോ 10 പോയിന്റ് കയറുമ്പോഴും നമുക്ക് 1000 രൂപ കയറും. ഓരോ പോയിന്റ് കയറുമ്പോഴും നമുക്ക് 100 രൂപ വെച്ച് കയറും. അതായിരുന്നു ക്രൂഡ് ഓയിലിന്റെ കണക്ക്. ഇവിടെ ഒരു പോയിന്റ് കയറുമ്പോൾ തന്നെ നമുക്ക് 1250 രൂപ വരും. ഈ ഒരു പോയിന്റ് കയറുന്ന അത്ര ഈസി ഒന്നുമല്ല. അപ്പൊ ഇതിന്റെ മനസ്സിലായല്ലേ? എങ്ങനെയാണ് അതിന്റെ എമൗണ്ട് എത്രയാണ്, അതിന്റെ ലോട്ട് സൈസ് എത്രയാണ്, അതിന്റെ യൂണിറ്റ് എത്രയാണ്? ഇത് ക്ലിയർ ആയില്ലേ? സംശയമുള്ളവർ ചോദിച്ചു പോവുക. എല്ലാരും പോയോ? ആരും ഇല്ല ഇപ്പൊ? ഉണ്ട് ജോബി. ആളില്ലെങ്കിൽ എടുക്കാൻ സുഖം ഉണ്ടാവില്ല, ഉഷാറില്ല. അതെ, ഫാൻസ് കൂടുതൽ വേണം. ഫ്യൂച്ചർ എടുത്തു. അതെ, ഫ്യൂച്ചർ എടുക്കല്ലോ. ജോബിക്ക് ഫാൻസ് കൂടുതൽ വേണം. അതെ അതെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇന്ത്യ മണിയിൽ നമ്മളിപ്പോ എക്സിറ്റ് ആയില്ല എങ്കിൽ എന്താ സംഭവിക്കുക? എക്സ്പയറി ഡേയില് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ ക്യാഷ് സെറ്റിൽമെന്റ്. ഇൻ ദ മണി ആണെങ്കിൽ അവർ ഓപ്ഷൻ ചെയ്തിട്ട് ചെറിയ പെനാൽറ്റി വരും. ഞാൻ ചെയ്തിട്ടില്ല. ക്യാഷ് സെറ്റിൽമെന്റ് അല്ല. ക്രൂഡ് ഓയിൽ നിങ്ങളുടെ വീട്ടിൽ ഇറക്കി നിർത്തുമൊന്നുമില്ല. നാച്ചുറൽ ഗ്യാസ് മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് ഇപ്പൊ വില കുറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നാച്ചുറൽ ഗ്യാസിന്റെ ഫ്യൂച്ചർ നമുക്ക് ഡയറക്റ്റ് മേടിക്കാം. ഫ്യൂച്ചർ മേടിക്കാൻ നമുക്ക് 295 1250 അതിന്റെ 10% ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 96, അതായത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫ്യൂച്ചർ മേടിക്കാം. അത് ഞാൻ ക്രൂഡിൽ കാണിക്കാൻ മറന്നുപോയി. 1 ലക്ഷം രൂപയാണ് ഡയറക്റ്റ് ഫ്യൂച്ചർ മേടിച്ചത്. ഫ്യൂച്ചർ മേടിച്ച DK ഒന്നുമില്ല. 1 ലക്ഷം രൂപയുടെ ഡയറക്റ്റ് ഫ്യൂച്ചർ മേടിക്കുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇതിനകത്തൊരു രസം എന്ന് പറയുന്നത് ചാർട്ട് ഇതല്ലേ. ഫ്യൂച്ചർ നമുക്ക്, ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ട്. ഫ്യൂച്ചറിൽ നമുക്ക് ഒരു പോയിന്റ് കയറുമ്പോൾ
നമുക്ക് 1250 രൂപ കിട്ടും. പക്ഷെ നമുക്ക് ഓപ്ഷൻ എടുക്കുന്നതിന് നമുക്ക് 3 പോയിന്റ് കയറിയാൽ മാത്രമേ ഓപ്ഷനിൽ ഒരു പോയിന്റ് കയറത്തുള്ളൂ. എന്നുവെച്ചാൽ ഓപ്ഷന്റെ പ്രീമിയം ചെറുതല്ലേ. അപ്പം ഓപ്ഷന്റെ മൂവ്മെന്റും അതുപോലെ വരുന്നത്. അപ്പം ഫ്യൂച്ചർ 3 പോയിന്റ് കയറും. ഇപ്പൊ ഇവിടെ 316 319 എത്തിയാൽ മാത്രമേ അവിടെ 16.7 നമ്മൾ എടുത്തത് 17.7 വരത്തുള്ളൂ. പക്ഷെ അന്നേരം നമുക്ക് 1250 കിട്ടും. പക്ഷെ ഫ്യൂച്ചർ ആണ് എടുക്കുന്നത്, നമ്മൾ 1 ലക്ഷം രൂപ മുടക്കി ഫ്യൂച്ചർ ആണ് എടുക്കുന്നതെങ്കിൽ 316 317 വരുമ്പോഴത്തേക്ക് നമുക്ക് 1250 ആവും. ഈ ഒരു മൂവ്മെന്റ് ഹൈലി വോളറ്റൈൽ മൂവ്മെന്റ് ആണ്. ഇവിടെ നിന്നുണ്ട് 297 കയറി പോയിട്ടുണ്ടല്ലേ 378 വരെ. ഇവിടെ 327 അടിച്ച് താഴെ പോയിട്ടുണ്ടല്ലേ. ഇത് ഹൈലി വോളറ്റൈൽ ആണ്. ചില സമയത്ത് അനങ്ങത്ത് പോലും ചത്തു കിടക്കും. ഇപ്പൊ ഇത് ഡൗൺ ട്രെൻഡ്. ഇനിയിപ്പോ ഇത് ഡൗൺ ട്രെൻഡ്. ഇത് ഇന്നലെ പുതിയ കോൺട്രാക്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ മേളിലാണ് ഓപ്പൺ ചെയ്തത് 327. അതിൽ നിന്ന് ഇപ്പൊ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇനി ഇതൊരു ഈ ഒരു ലെവല് റിവേഴ്സ് ആവാൻ പോസിബിലിറ്റി ഉള്ള ലെവലാണ്. ഇല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവരാൻ പിന്നെ അങ്ങ് 250 60 വരെയൊക്കെ പോകും. 280 ഉണ്ട്. ഇതിനും താഴെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ട് കിട്ടും. ഇതിനകത്ത് ചാർട്ട് കിട്ടുന്നില്ല. ഇതിനകത്ത് ലിമിറ്റഡ് ചാർട്ടേ ഉള്ളൂ. ട്രേഡിംഗ് വ്യൂവിൽ ഫുൾ ചാർട്ട് കിട്ടും. അത് നമുക്ക് പല ലെവലുണ്ട്. 250 വരെയൊക്കെ ലെവലുണ്ട്. ഏറ്റവും ലോ എനിക്ക് 160 ആയിരുന്നു ഒരു 6 മാസം മുന്നേ വന്നത്. ഏറ്റവും ഹൈ വന്നത് 400 ആയിരുന്നു. അപ്പൊ അത് 2 പോയിന്റിനിടയ്ക്ക് വീണ്ടും ഫർദർ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെവൽസ് നമുക്ക് കിട്ടും. ആ ലെവൽസിനിടയിൽ കിടന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത്. കൃത്യമായിട്ട് ലെവലുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് മിക്കപ്പോഴും. ട്രേഡിംഗ് വ്യൂ സന്ദീപ് കയറിയില്ലേ? സന്ദീപ് ആയിരുന്നു ഡൗട്ട്. കറണ്ട് പോയി കാണാം. അത് ശരി. ആശിച്ചവന് കിട്ടിയില്ല. ഓക്കെ. നമ്മള് ഇവിടെ നോക്കാം. ഇപ്പൊ ഞാന് ഇതിന്റെ ഇതൊന്ന് പറഞ്ഞേക്കാം. ഇതിപ്പോ HDFC ആണ്. സോറി, നാച്ചുറൽ ഗ്യാസ് അല്ല. ഓക്കെ, നാച്ചുറൽ ഗ്യാസിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ 296 ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടുന്ന് ഇന്ന് ചിലപ്പോൾ ഇനിയിപ്പോ മൂവ്മെന്റ് കുറവായിരിക്കും. അപ്പോൾ 8 മണിയായില്ലേ? 8 മണി കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇനിയിപ്പോ വെള്ളിയാഴ്ച കണ്ടാല് എല്ലാവരും എക്സിറ്റ് ആവത്തേ ഉള്ളൂ. ഇനി ആരും ആദ്യം അങ്ങോട്ട് ട്രേഡ് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടേക്ക് ഏരിയയിൽ തന്നെ ക്ലോസ് ചെയ്യും. പിന്നെ എനിക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് നേരത്തെ അടയ്ക്കും. അവിടുത്തെ ഒരു 2 മണിക്കൊക്കെ അടയ്ക്കാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ സൺഡേ മിഡ് നൈറ്റിലെ തുറക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 328 5 മിനിറ്റ്. യൂഷ്വലി ഇത് കമ്മോഡിറ്റി ചെയ്യുമ്പോൾ 15 മിനിറ്റ് അല്ല 1 അവറിൽ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. 15 മിനിറ്റിലാണ് നമുക്ക് മൂവ്മെന്റുകൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം സപ്പോർട്ട് 275, പിന്നെ 266, ഇങ്ങനെ അത്യാവശ്യം സപ്പോർട്ടുകൾക്കിടയിൽ കിടന്നെടുക്കേണ്ട. ഇവിടെ കണ്ടത് പല ദിവസങ്ങളായാലും സപ്പോർട്ടിനിടയിലാണ് കളിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരുവിധപ്പെട്ട സ്ട്രാറ്റജികളൊക്കെ വർക്കൗട്ട് ആവും. ഇതിനകത്ത് നമ്മൾ പ്രൈസ് ആക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. ഹൈ 420 ആയിരുന്നു മാർച്ചിൽ. അതായിരുന്നു റീസെന്റ് ഹൈ. ബോട്ടം 160 ഉണ്ട്. അത് കുറച്ചു കാലം മുന്നെയാണ്. അപ്പൊ ഇപ്പോഴത്തെ ബോട്ടം ഒരു 260 260-നും 330-നും ഇടയ്ക്കാണ് ഇപ്പൊ കളിക്കുന്നത്. 330 ഇപ്പോഴത്തെ ഹൈ. ജസ്റ്റ് പ്രീവിയസ് ഏപ്രിൽ ഹൈ 360 ആയിരുന്നു. ഇത് പിന്നെ സീസണിലും കൂടാണ്. വിന്റർ സീസൺ ഒക്കെ ആണെങ്കിൽ, യൂറോപ്പിലൊക്കെ വിന്റർ സീസൺ ആണെങ്കിൽ ഇതിന്റെ കൺസപ്ഷൻ കൂടുന്ന കാരണം പ്രൈസ് ഒന്ന് കൂടും. പിന്നെ സമ്മർ സീസൺ ആകുമ്പോൾ ഗ്യാസിന്റെ കൺസപ്ഷൻ കുറയുന്ന കാരണം കോസ്റ്റ് ഒന്ന് കുറയും. എന്തുകൊണ്ട് ഗ്യാസിന്റെ കൺസപ്ഷൻ വിന്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്
അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. യൂറോപ്പിലെല്ലാം റൂം ഹീറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസിന്റെ വെച്ചിട്ടാണ്. നാച്ചുറൽ ഗ്യാസ് ഒരു ബോയിലർ കണക്ട് ചെയ്തിട്ട് ബോയിലറിന്റെ ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ ഹീറ്റിംഗ് കോയിലുകളുണ്ട് എല്ലാ മുറിയിലും. നമ്മൾ AC വെക്കുന്ന പോലെ എല്ലാ മുറിയിലും ഹീറ്റിംഗ് കോയിലുകളുണ്ട്. ആ ഹീറ്റിംഗ് കോയിലിലേക്ക് കണക്ട് ചെയ്യണം. ആ ഹീറ്റിംഗ് കോയിൽ ചൂടാവുന്നത് ഗ്യാസ് ഇലക്ട്രിക്കലി ഇത് ചെയ്ത് ഹീറ്റ് ചെയ്തിട്ടാണ്. അപ്പം വിന്റർ കൂടുതലുള്ള സമയത്ത് എല്ലാവരും യൂസ് ചെയ്യുന്ന കാരണം ഗ്യാസിന്റെ കൺസപ്ഷൻ കൂടുതലായിരിക്കും ആ ടൈമിൽ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് യൂറോപ്പിൽ വിന്റർ ആകുമ്പോൾ നാച്ചുറൽ ഗ്യാസിന്റെ കൺസപ്ഷൻ കൂടുമെന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഓക്കെ, പലപ്പോഴും ജെറോ ഒറ്റ ഡൗട്ട് എനിക്കറിയാത്ത ചോദിച്ചോട്ടെ, ഒരു ശനിയാഴ്ച കാര്യമാണ്. കൊമോഡിറ്റി മാർക്കറ്റ് ഓഫ് ആണോ? ആ ശനിയാഴ്ച ഓഫാ, ശനിയും ഞായറൊക്കെ ഓഫാ. ഇനി മൺഡേ തുറക്കത്തുള്ളൂ. ഇനി ഗ്ലോബൽ മാർക്കറ്റ് തുടങ്ങുന്നത് നമ്മുടെ ഇവിടുത്തെ സൺഡേ മിഡ് നൈറ്റ് ആവും. മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് 2 മണി 3 മണി 3 മണിക്കാണ് കണ്ടാൻ പോകും. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാണ് ചാർട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ലെവൽസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ക്രൂഡ് ഓയിലിന്റെ ആണെങ്കിൽ കണ്ടില്ല, ക്രൂഡ് ഓയിലിന്റെ ലെവൽസ്. ക്രൂഡ് ഓയിലിന് നമുക്ക് ഇതുപോലെ ലെവൽ വരയ്ക്കാൻ പറ്റും. ക്രൂഡ് ഓയിൽ അത്യാവശ്യം റീസെന്റ് 4600 വരെ പോയെങ്കിലും ക്രൂഡ് ഓയിൽ റേഞ്ച് 5100 തൊട്ട് 5800 വരെയാണ് യൂഷ്വൽ റേഞ്ച്. 5100 വരുമ്പോൾ യൂഷ്വലി തിരിഞ്ഞ് 5300 400 പോകും. 5400 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് 5800 വരെയൊക്കെ പോകും. അതാണ് എൻ്റെ ഒരു യൂഷ്വൽ റേഞ്ച്. 5500 4600 വരെ കഴിഞ്ഞ ഇത് നമ്മുടെ ഈ യുദ്ധത്തിന്റെ സമയത്താണ് തോന്നുന്നത്. ആ സമയത്ത് 5 മെയ്. ഇതാണ് ഇപ്പോൾ റീസെന്റ് ലോ, നല്ല ലോ ആയത്. 6100 വരെ പോകും. 5800 ഈ ഒരു റേഞ്ച് ഒക്കെയാണ് ഇത് കൂടുതലുണ്ട്. 5500 ഇപ്പൊ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് തിരിച്ചു കയറാൻ, എന്താണെന്ന് അറിയില്ല. ഇനി ഇതിന്റെ ഇന്റർനാഷണൽ ചാർട്ടുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാച്ചുറൽ ഗ്യാസിന് എഗനസ്റ്റ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ XNG USD എന്ന് പറയുന്ന ഒരു ചാർട്ടുണ്ട്. ഇത് നമ്മുടെ മാർക്കറ്റിന് സെയിം ഡിറ്റോ ചാർട്ടാണ്, പക്ഷെ ഇത് USD-യിലാണ്. ഇത് 22 hours വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണ്. ഇതിന്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മുടെ മാർക്കറ്റ് വരുന്നത്. നമ്മുടെ മാർക്കറ്റിന്റെ ടൈം വിൻഡോയിലാണ് ആ ഒരു പോർഷൻ വരുന്നത്. ക്രൂഡ് ഓയിലിന്റെ ചാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ചാർട്ടുണ്ട്. വെസ്റ്റ് ടെക്സാസ് ഓയിലിന്റെ WTI CO USD ഫോളോ ചെയ്യുന്നവരും ഉണ്ട്. എല്ലാം ഒരുപോലൊക്കെ തന്നെ. അതായത് $60 ആണ് ഇപ്പോഴത്തെ ക്രൂഡ് ഓയിലിന്റെ ബാരലിന്റെ റേറ്റ്. അല്ലെങ്കിൽ STI USD യൂസ് ചെയ്യുന്നവരുണ്ട്. അതായത് US WTI ക്രൂഡ്, ഇത് US ക്രൂഡിന്റെ ആണ്. അത് ഓൾമോസ്റ്റ് സെയിം ആണ്, 60ഉം ഇത് 59. പിന്നെ USD നമ്മൾ ക്രൂഡ് ഓയിലിന്റെ XNG USD യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതിന്റെ USD NTG, ഇത് നാച്ചുറൽ ഗ്യാസിന്റെ ഗ്ലോബൽ ഒരു ചാർട്ടാണ്. അത് US ഡോളറും നാച്ചുറൽ ഗ്യാസുമായിട്ട് പെഗ് ചെയ്തേക്കുന്നതാണ്. ഇത് നാച്ചുറൽ ഗ്യാസിന്റെ പ്യുവർ ചാർട്ട്, XNG USD. ഇത് USD NTG നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, 3.4 3.4 ആണ്. അപ്പം ഇതൊക്കെയാണ് നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലിന്റെ കഥകൾ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ക്രൂഡ് ഓയിലിന്റെ ഫ്യൂച്ചറിന്റെ പ്രൈസുകൾ കാണിച്ചു തരാം. ക്രൂഡ് ഓയിലിന്റെ ഫ്യൂച്ചർ വാങ്ങണമെങ്കിൽ 1,79,000 രൂപ വേണം. അതായത് 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വേണം ക്രൂഡ് ഓയിലിന്റെ ഫുൾ ഫ്യൂച്ചർ പർച്ചേസ്. ഇതില് ക്രൂഡ് ഓയിൽ ഓരോ പോയിന്റും നമുക്ക് 100 വെച്ച് 5176 86 ആകുമ്പോൾ നമുക്ക് ഇത് കിട്ടും, 1000 രൂപ കിട്ടും. ഫ്യൂച്ചറിനകത്ത് സെല്ലർ എന്നുള്ള ഓപ്ഷൻ ഷോർട്ട് സെല്ലാണോ? സെല്ലെന്ന ഓപ്ഷൻ നമ്മൾ സെല്ലിയാണ്. നമ്മള് സെല്ലറുടെ പാട്ടില്ല. സെല്ലറിന് മാർജിൻ കൂടുതൽ വേണം നമുക്ക് ഇത് ചെയ്യാൻ.
നമ്മള് മറ്റേ സെല്ല് ചെയ്യത്തില്ലേ, ഓപ്ഷൻ സെല്ല് ചെയ്യത്തില്ലേ, ആ അതുപോലെ ആ തന്നെ ഫ്യൂച്ചറിന് മാർജിൻ ആവശ്യമില്ല, പക്ഷെ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതിന് നമുക്ക് മാർജിൻ ആവശ്യമില്ല. ഫ്യൂച്ചറിന് ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ഫ്യൂച്ചറിന് ബൈയും സെല്ലും നമുക്ക് ചെയ്യാം. സെയിം ഫ്യൂച്ചറിൽ എന്ന് നമ്മൾ സ്റ്റോക്ക് പറഞ്ഞാൽ ലോട്ടിന്റെ ഫ്യൂച്ചറിന്റെ പ്രൈസ്. ഫ്യൂച്ചറിന്റെ പ്രൈസ് വരുന്നുണ്ട്. പക്ഷെ ഓപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് മാർജിൻ കൂടുതലാണ് ഓപ്ഷൻ സെല്ലർക്ക്. ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ 1,99,000 രൂപ ഫ്യൂച്ചർ എടുക്കുന്ന പ്രൈസാണ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. കണ്ടില്ലേ, ഓപ്ഷൻ ബൈ ചെയ്യാൻ 17 രൂപ ഉള്ളൂ. ഈ എക്സ്പയറി സമയമൊക്കെ ആകുമ്പോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞാലും 19 രൂപ. മാർജിൻ അവർ കുറച്ച് ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട് ബ്രോക്കർ അമൗണ്ടില്. അതെന്താ അങ്ങനെ? അത് നമ്മള് എക്സ്പയറി ദിവസം സപ്പോസ് അത് ഇൻട്രാഡേ ആയിപ്പോയി കഴിഞ്ഞാൽ മാർജിൻ കൂടുതൽ കൊടുക്കണ്ടേ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് അവർ ലോക്ക് ചെയ്യുന്നത്, എക്സ്പയറി കിടക്കുന്നതനുസരിച്ച് അവർ മാർജിൻ കൂട്ടുന്നത് അതുകൊണ്ടാണ്. സപ്പോസ് നമ്മൾ ഇരിക്കുന്ന ഒരു അറ്റ് ദ മണി അല്ലെങ്കിൽ നിയർ അറ്റ് ദ മണി പൊസിഷൻ ആണ്, അത് അടുത്ത ദിവസം എക്സ്പയറി ആവുന്ന ദിവസം അല്ലെ അതിന്റെ തലേന്ന് അത് ഇൻ ദ മണിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്കിലാണെങ്കിൽ നമ്മൾ ലയബിൾ ആണ് അത് ഡെലിവറി എടുക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർജിൻ കൂട്ടുകയോ അല്ലെങ്കിൽ മാർജിൻ ഇല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്ത് കളയുകയും ചെയ്യും. അതാണ് ചെയ്യുന്നത്. സ്ക്വയർ ഓഫ് ചെയ്തില്ല, നമ്മുടെ അക്കൗണ്ടിൽ മാർജിൻ കിടപ്പുണ്ട്, പ്ലഡ്ജിൽ മാർജിൻ കിടപ്പുണ്ടെങ്കിൽ അവർ മിണ്ടില്ല, അവരത് വെച്ചോണ്ട് മാർജിൻ അതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്തിട്ട് ഇരുന്നിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറിക്കുള്ള കോൺട്രാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരും ഇൻ ദ മണി ആവുകയാണെങ്കിൽ. സ്റ്റോക്ക് നിഫ്റ്റിയിൽ പ്രശ്നമില്ല, നിഫ്റ്റി ഫിസിക്കൽ സെറ്റിൽമെന്റിൽ. സ്റ്റോക്ക് ഓപ്ഷനിൽ അങ്ങനെ MTF കുഴപ്പമില്ല. ഉപയോഗിച്ച് ബൈ ചെയ്യുന്നതും MTF വെച്ച് ബൈ ചെയ്യുന്നതും ഈ ഫ്യൂച്ചറുമായിട്ടുള്ള വ്യത്യാസം എന്താ? ഈ കോൺട്രാക്ട് തീരുമെന്നുള്ളതല്ലാതെ, മാർജിൻ വ്യത്യാസം അല്ലാതെ. MTF വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ആയിട്ടല്ലേ വാങ്ങുന്നത്, ഫ്യൂച്ചർ അല്ലല്ലോ അതെ. വാങ്ങുന്നത്. MTF വെച്ച് വാങ്ങുന്നത് നമ്മൾ സ്റ്റോക്ക് ആയിട്ടാണ്. അപ്പം MTF വെച്ച് വാങ്ങുമ്പോൾ MTFന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണം, അത്രേ ഉള്ളൂ. മറ്റേ ഫ്യൂച്ചർ വെച്ച് വാങ്ങുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിന്റെ ഒരു 10%, ഇപ്പൊ ഫ്യൂച്ചറിന്റെ വാല്യൂ നമ്മൾ 10 ലക്ഷം MTF മേടിക്കുമ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് മേടിക്കുവാണെങ്കിൽ 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ നമ്മളിടും, 5 ലക്ഷം രൂപ ബ്രോക്കർ ഇടും, 50-50 ആണെങ്കിൽ. മനസ്സിലല്ലേ? 1000 രൂപയുടെ ഒരു ക്വാണ്ടിറ്റി, 1000 രൂപയുടെ 100 രൂപയുടെ സ്റ്റോക്ക്, 100 രൂപ വാല്യൂ ഉള്ള സ്റ്റോക്ക് 1000 ലോട്ടാന്ന് വെച്ചാൽ 1000 ലോട്ടിന്റെ 100 മേടിക്കുമ്പോൾ എത്രയും 10,000. അല്ല, 1000 രൂപയുടെ 1000 സ്റ്റോക്ക് മേടിച്ചെന്ന് വെച്ചാൽ അപ്പോൾ 10 ലക്ഷം ആയില്ലേ വാങ്ങാനുള്ള എമൗണ്ട്. അപ്പൊ അതിൽ MTF വഴി പോവുകയാണെങ്കിൽ ഒരു 50% ബ്രോക്കർ കിട്ടുമെന്ന് വെച്ചാൽ 50% നമ്മൾ 5 ലക്ഷം രൂപ കിട്ടും, ബ്രോക്കർ 5 ലക്ഷം രൂപ കിട്ടും. നമ്മുടെ ബൈ വാല്യൂ 10 ലക്ഷം രൂപയാണ്. ബ്രോക്കർ 5 ലക്ഷം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് ഇടും. പക്ഷെ നമ്മൾ ഓപ്ഷൻ ഫ്യൂച്ചർ വാങ്ങുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഫ്യൂച്ചർ വാങ്ങുമ്പോൾ ഈ 1000 രൂപയുടെ 1000 സ്റ്റോക്ക് നമ്മൾ ഫ്യൂച്ചർ വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപയുടെ 10% മാത്രമേ നമ്മൾ മാർജിനായിട്ട് അവിടെ കൊടുക്കുന്നുള്ളൂ. അതായത് 1 ലക്ഷം രൂപ അല്ലെ 1.5 ലക്ഷം രൂപ. മനസ്സിലായില്ലേ? 1.5 ലക്ഷം രൂപ കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ 10 ലക്ഷം രൂപ നമ്മൾ ഓൾറെഡി ലയബിൾ ആണ്, മറ്റേത് നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുക്കുന്നുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. അവിടെ നമുക്ക് ലിവറേജ് കൂടുതൽ തരുന്നുണ്ട്, 90% നമുക്ക് ലിവറേജ് തരുന്നുണ്ട് അത് വാങ്ങാൻ. നമ്മൾ 1.5 ലക്ഷം രൂപയ്ക്കാണ് 1000 രൂപയുടെ 1000 ക്വാണ്ടിറ്റി വാങ്ങുന്നത്. അതാണ് ഫ്യൂച്ചർ വാങ്ങുന്നത് MTF എടുക്കുമ്പോൾ വ്യത്യാസം. അത് അവിടെ ഇത് കുറയുമ്പോൾ മാർജിൻ കുറയും, നമ്മള് ഫ്യൂച്ചർ സഡൻലി താഴ്ത്തു വരുമ്പോൾ മാർജിൻ ഇൻക്രീസ് ചെയ്യും ഫ്യൂച്ചറിൽ, നമ്മളെ ലോസ് കൂടി വരുമ്പോൾ. നമ്മൾ പ്രെഡ്ജിൽ മാർജിൻ ഉണ്ടെങ്കിൽ നമ്മുടെ മാർജിൻ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും, നമ്മുടെ ലോസ് കൂടുക, ഫ്യൂച്ചറിൽ ലോസ് കൂടുകയാണെങ്കിൽ. MTFലും അത് തന്നെ. MTFലും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10%, 15% താഴെ വന്നു കഴിഞ്ഞാൽ ഒന്നേ നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവിടെ നമ്മൾ 10% കൊടുക്കണം ഫ്യൂച്ചർ എടുക്കുമ്പോൾ, ഇവിടെ നമ്മൾ ഫുൾ എമൗണ്ടും കൊടുക്കണം, MTFലായാലും ക്യാഷ് ബൈ ആയാലും. അപ്പം ക്രൂഡ് ഓയിലിന്റെ ഫ്യൂച്ചർ എടുക്കാനുള്ള വിലയാണ് നമ്മൾ ഇവിടെ കണ്ടത്, 1.79 lakhs. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ മിനി ഒന്ന് നോക്കാം. മിനി ഫ്യൂച്ചർ എന്തുകൊണ്ടാണ് മിനി കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് DK ഇല്ലാതെ ഫ്യൂച്ചർ ഡയറക്റ്റ് വാങ്ങാം.
അപ്പോൾ ഒരു മാസം ഹോൾഡ് ചെയ്താൽ നമുക്ക് ഫ്യൂച്ചർ. മിനിയുടെ ഫ്യൂച്ചർ എടുക്കാനുള്ള വില ഓപ്ഷൻ വാങ്ങുന്ന വിലയുടെ അത്ര വരുന്നുള്ളൂ. അതായത് 17,900 രൂപ. ജോബി 5,100 ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ ജോബി. ഉറങ്ങാൻ പോന്ന. താങ്ക്സ് കേട്ടോ. അലൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു, ഗുഡ് നൈറ്റ്. അപ്പം മിനി എടുക്കുകയാണെങ്കിൽ മിനിയുടെ ഫ്യൂച്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 5,177 ഇൻറ്റു 10 വരുന്നത്. മറ്റേ 100 ഒറിജിനൽ ഫ്യൂച്ചർ, ഫുൾ ഫ്യൂച്ചർ. മിനി ഫ്യൂച്ചറിന് അവർ അത് ലോട്ട് 10 ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ 1,770 അതിന്റെ ഒരു 20% ആകുമ്പോൾ ഇത് വരുന്നത്. അത്ര എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ഫ്യൂച്ചറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10 പോയിന്റ് കയറുമ്പോൾ നമുക്ക് ഓരോ പോയിന്റ് കയറുമ്പോൾ ഇപ്പൊ 78 ആകുമ്പോൾ നമുക്ക് 10 രൂപ കിട്ടത്തുള്ളൂ. അങ്ങനെ 10 പോയിന്റ് കയറുമ്പോൾ നമുക്ക് 100 രൂപ കിട്ടത്തുള്ളൂ. മറ്റടുത്ത് 10 പോയിന്റ് കയറുമ്പോൾ 1000 രൂപ കിട്ടും. അതാണ് വ്യത്യാസം. ഓക്കെ, ഇത് തന്നെയാണ്. ഇതിന്റെ ഓപ്ഷൻ എടുക്കാതിരിക്കുകയാണെന്നല്ല, ഇതിന്റെ ഓപ്ഷൻ ഒരു കാരണവശാലും എടുക്കരുത്. കാര്യം ബിൽക്കുൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇല്ല. കണ്ടോ, മിനിയുടെ ഓപ്ഷൻ എടുത്ത് ടൈം വേസ്റ്റ് ചെയ്യരുത് ഒരിക്കലും. മിനിയുടെ ഓപ്ഷൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്രൈസ് കുറവായിരിക്കും, പക്ഷെ 1957 ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ലിക്വിഡിറ്റി ഇല്ല, പെട്ടുപോകും സാധനം. പറഞ്ഞോ, ഇനി എന്താണ് ചോദിക്കാൻ പോകുന്നത്? ഗോൾഡിന്റെ ചാർട്ട് ഏതാ? XAUUSD ആണോ? ഗോൾഡ് വരാം. ഗോൾഡിന്റെ XAUUSD ആണ് ഗ്ലോബലി എല്ലാവരും ഫോളോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ GC1 എന്ന് പറഞ്ഞൊരു ഗോൾഡും ഉണ്ട്. ഇത് രണ്ടും പ്രൈസിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അത് പക്ഷെ രണ്ടും സെയിം ആണ്. ഗോൾഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ കോമെക്സിന്റെ ഒരു ചാർട്ട് ഉണ്ട്. അല്ലെങ്കിൽ XAUUSD മതി. XAUUSD കറക്റ്റ് ആണ്. XAUUSD ഫോറക്സ്.com ഈ ചാർട്ട് സെയിം ആണ്. ഇതാണ് ഗോൾഡ് ന്യൂസ്. ഇല്ലെങ്കിൽ പിന്നെ ഗോൾഡിന്റെ തന്നെ ഗോൾഡിന്റെ 3 ഉള്ളൂ ഇന്റർനാഷണൽ. വേറെ ഒരുപാടുണ്ട്. ഓരോ ബ്രോക്കർമാർ ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ഓരോ എക്സ്ചേഞ്ചിന്റെ അനുസരിച്ച്. പക്ഷെ ഇത് XAUUSD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെടുത്താൽ മതി, ഫോറക്സ്.com എടുത്താൽ മതി. അല്ലെങ്കിൽ കോമെക്സിന്റെ ചാർട്ട് എടുക്കുക. ഗോൾഡ്, നമ്മുടെ ഗോൾഡ് ഇതാണ്. പറഞ്ഞോ. അതെ, ഗോൾഡ് 94,000 അല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗോൾഡിന്റെ റേറ്റ് 94,000 10 ഗ്രാമിന്. ഇത് 10 ഗ്രാമിന്റെ പ്രൈസ് ആണ്. ഒരു തോല എന്ന് പറയുന്നത് 10 ഗ്രാമിന്റെ പ്രൈസ് ഇതാണ്. അതെ. ഗ്ലോബൽ ഗോൾഡൻ റേറ്റിന്റെ ഈ 3,288 ഇൻറ്റു USD വാല്യൂ എത്ര? 85-86 ഇട്ട് കഴിഞ്ഞ് ചെറിയ കൺവേർഷൻ റേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ സെയിം ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. 94,697 94,000 അടുത്തായിരിക്കും. ഇത് 10 ഗ്രാമിന്റെ ആണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന 8 ഗ്രാമിന്റെ അല്ലേ, ഒരു പവന്റെ. ഇത് ഒരു തോല 10 ഗ്രാമിന്റെ ആണ് വരുന്നത്. അതെ. തോല 10 ഗ്രാമിലാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നത്. ഇപ്പൊ ഗോൾഡ് ഈയിടെ ആയിട്ടൊരു സ്ലോ മൂവ്മെന്റ്, പക്ഷെ മൂവ്മെന്റ് അല്ലാത്തപ്പോ നോക്കിക്കോ, ഗോൾഡിന്റെ മൂവ്മെന്റുകളാണ് കഴിഞ്ഞ കയറിപ്പ് കണ്ടോ. ഒരു ദിവസം 93,000 94,000, 92 95 92 ഹ്യൂജ് മൂവ്മെന്റുകളാണ് കൊടുക്കുന്നത്. 2,000-3,000 പോയിന്റ് ഒക്കെ മൂവ്മെന്റ് ഒരു ദിവസം കൊടുക്കും. ഉണ്ടോ, ഗ്യാപ് ഡൗൺ പോയുണ്ടോ? അത് അത്യാവശ്യം വ്യൂ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകും പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ ചടപടയെന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആവുകയും ചെയ്യും. ഇതിപ്പം ഇത് ലണ്ടൻ മാർക്കറ്റ് തുറന്നപ്പോൾ ആണ്. 1 മണിക്കാണ് ഇതിപ്പോ ആക്റ്റീവ് ആയത്. 1 മണിക്ക് ലണ്ടൻ മാർക്കറ്റ് തുറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് US മാർക്കറ്റ് തുറക്കുന്ന ടൈമാണ് 6 മണി. 6 മണിക്ക് മൂവ്മെന്റ് കൊടുത്തില്ല.
അത് നോക്കിയാൽ മതി. ഇപ്പൊ ചില സമയത്ത് US മാർക്കറ്റ് തുറന്നപ്പോഴാ. ആ ക്രൂഡില് യെസ്, ക്രൂഡില് ഇത് ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇവിടെ നോക്കിക്കഴിഞ്ഞത് വൈകിട്ടത്തെ 6 മണിയുടെ മൂവ്മെന്റ് കൊടുക്കാണ്. അവിടെ 6-7 മണിയുടെ ഈ സമയത്ത്. ഇത് 11 മണിക്ക് യൂറോപ്യൻ മാർക്കറ്റ് തുറക്കുന്നു. 1 മണിക്ക് ലണ്ടൻ മാർക്കറ്റ് തുറക്കുന്നു. 7 മണിക്ക് 6 മണിക്ക് 6-നും 7-നും ഇടയ്ക്കാണ്, 7 മണിക്കാണ് തോന്നുന്നു US മാർക്കറ്റ് തുറക്കുന്നത്. മിക്കപ്പോഴും നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവും US മാർക്കറ്റ് തുറക്കുമ്പോൾ. യൂറോപ്യൻ മാർക്കറ്റും ലണ്ടൻ മാർക്കറ്റും അത്ര മൂവ്മെന്റ് ഒന്നുമില്ലെങ്കിലും US മാർക്കറ്റ് അത്യാവശ്യം മൂവ്മെന്റ് ഉണ്ടാവും. 7 മണിക്ക് 6:30 നിൽക്കുന്നതിന് മിക്കപ്പോഴും ഓപ്പോസിറ്റ് വന്നിട്ടായിരിക്കും പോകുന്നത് ആ സമയത്ത്. രാവിലെ അധികം മൂവ്മെന്റ് ഉണ്ടാവില്ല. ഇതും കണ്ടില്ല, ഇത് ഇടിഞ്ഞത് 4:45 ഇടിഞ്ഞു, തിരിച്ചു കയറുന്നത് 6 മണിക്ക്. മിക്കപ്പോഴും നിൽക്കുന്നതിൽ നിന്ന് ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും മാർക്കറ്റ് തുറക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുന്നേ. ഇതിപ്പോ അപ് ട്രെൻഡ് ആയിരുന്നു. അപ് ട്രെൻഡിൽ നേരെ ഇടിച്ച് താഴെ ഇറക്കി വീണ്ടും തിരിച്ച് അപ് ട്രെൻഡ് തന്നെ പോകും. അതങ്ങനെ ഒരു സ്വഭാവം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതാണ് ഗോൾഡ്. ഗോൾഡിന്റെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് വാങ്ങാൻ, ഗോൾഡിന്റെ ഒരു കോൺട്രാക്ട് വാങ്ങണമെങ്കിൽ, ഫ്യൂച്ചർ വാങ്ങണമെങ്കിൽ ഗോൾഡിന്റെ ഒരു ഫ്യൂച്ചർ ഫുള്ള് വാങ്ങണമെങ്കിൽ 35 ലക്ഷം രൂപ വേണം. ഗോൾഡിന്റെ ഒരു ഫ്യൂച്ചർ വാങ്ങണം. ഇനി ഗോൾഡ് മിനി ആണ് എടുക്കുന്നതെങ്കിൽ ബൈ ചെയ്യാൻ 20,000 രൂപ മതി. അതായത് നാച്ചുറൽ മിനി ആണല്ലോ, സോറി, ഗോൾഡ് മിനി. ഗോൾഡ് മിനിയുടെ 3.5 ലക്ഷം രൂപ വേണം ഗോൾഡ് മിനി വാങ്ങാൻ. ഇവിടെ 100 ഗ്രാം ആണ്. ഗോൾഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000. ഇത് ഗോൾഡ് എംലോട്ട് 1 ഗ്രാം. ഇത് കുറവല്ല. മിനി 100 ഗ്രാംസ്. ഇത് 1 കിലോ ആണ് കേട്ടോ, 1 ഗ്രാം അല്ല. ബ്രോക്കർ അല്ല. ഗോൾഡ് 1 കിലോയില് കിലോ ട്രേഡ് യൂണിറ്റ് കിലോ, ഒരു ലോട്ട് 1 കിലോ ആണ് ഗോൾഡ്. ഗോൾഡ് മിനി വരുമ്പോൾ 100 ഗ്രാം ആണ്. ഗോൾഡ് പെറ്റൽ വരുമ്പോൾ 1 ഗ്രാം ആണ് വരുന്നത്. ഗോൾഡ് ഗിനിയ 10 ഗ്രാമോ 8 ഗ്രാം. 8 ഗ്രാമാണ് ഗോൾഡ് ഗിനിയ, നമ്മുടെ 1 പവൻ. ഗോൾഡ് പെറ്റലാകുമ്പോൾ 1 ഗ്രാം ആണ്. ഇതിനൊക്കെ വില കുറവാണ് വാങ്ങാൻ, ഫ്യൂച്ചർ വാങ്ങാൻ. ഗോൾഡ് മിനി ആകുമ്പോൾ 100 ഗ്രാം. ഗോൾഡ് ആകുമ്പോൾ 1 കിലോ, 1000 ഗ്രാം. അതാണ് അതിന്റെ വ്യത്യാസം. അതാണ് 35 ലക്ഷം രൂപ വേണം അതിന്റെ ഫ്യൂച്ചർ. ഇതിന് നമ്മൾ കണ്ടു 3.5 ലക്ഷം. പെറ്റലിന്റെ ഫ്യൂച്ചർ എടുക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഫ്യൂച്ചർ എടുക്കുക. ഗോൾഡിന് മാത്രമേ ഓപ്ഷൻസ് ചെയ്യാനുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇത് 5529. പെറ്റല ഏറ്റവും ചെറുതല്ലേ, 1 ഗ്രാമാണ്. ഗിനിയ 8 ഗ്രാമാണ് വരുന്നത്. ഗിനിയ ബൈ ചെയ്യാൻ 43,000 ആവും. കോപ്പറും അതുപോലെ തന്നെ. ഇത് കോപ്പറിന്റെ ഒക്കെ ഫ്യൂച്ചർ നടക്കത്തുള്ളൂ. മെറ്റൽസിന്റെ എല്ലാം ഫ്യൂച്ചർ നടക്കത്തുള്ളൂ. ഒന്ന് ഡയറക്റ്റ് ഫ്യൂച്ചർ എടുക്കുക, അല്ലെങ്കിൽ മിനി എടുക്കുക. ഗോൾഡിന്റെ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് ജൂൺ എടുക്കാം, ഓഗസ്റ്റ് അല്ല, ജൂണിൽ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പൊതുവെ കുറവാണ്.
ജൂണില് 12 ലക്ഷം രൂപ, ഓഗസ്റ്റില് ജൂൺ 5 എക്സ്പയർ എടുത്തുകൊണ്ടായിരിക്കാം. നോക്കാം. ഗോൾഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറവാണ്. നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിലാണ് ഓപ്ഷൻസ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. ഗോൾഡിൽ കുറവാണ്. ഗോൾഡ് മിനിയിലുണ്ട് നോക്കാം. ഗോൾഡ് മിനിയിൽ ഓപ്ഷൻ കുറവാണ്. യൂഷ്വലി നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്ന ഇത് മറ്റേ ഡബ്ബ ട്രേഡിങ്ങിനകത്താണ് ഗോൾഡൊക്കെ അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ ഫോറക്സിനകത്ത് പോയിട്ട് XIU USD ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ നാട്ടിൽ നിന്ന് ഫോറക്സ് ചെയ്യാവുന്ന, ഫോറക്സ് ഇല്ലീഗലാ, ക്രിപ്റ്റോ ചെയ്യാം. നാട്ടിൽ ഫോറക്സ് ഇല്ലീഗലാണ്. ക്രിപ്റ്റോ മറ്റേ ഡെൽറ്റ പ്ലാറ്റ്ഫോം വഴി ചെയ്യാം. നാട്ടില് ആൾക്കാര് ഓരോ പ്ലാറ്റ്ഫോമാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, പക്ഷെ ഇല്ലീഗലാണ് ഫോറക്സ്. അതെ, അത് $US ഒരു വാലറ്റിൽ ഇട്ടിട്ട് $US ഇട്ടിട്ട് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇനി എന്ത് ഡൗട്ടുണ്ട്? ഞാനെല്ലാം കവർ ചെയ്തല്ല. ബാക്കിയെല്ലാം ഒരുപോലൊക്കെ തന്നെ. നേരത്തെ ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഇൻസ്ട്രുമെന്റ്സുകൾ പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ കൊള്ളാം ഓപ്ഷൻ ചെയ്യാൻ. ക്രൂഡ് ഓയിൽ മിനി ഫ്യൂച്ചർ ചെയ്യാൻ കൊള്ളാം. നാച്ചുറൽ ഗ്യാസ് ഓപ്ഷൻ ചെയ്യാൻ കൊള്ളാം. നാച്ചുറൽ ഗ്യാസ് മിനി ഉണ്ട്, ഫ്യൂച്ചർ ചെയ്യാൻ കൊള്ളാം. പിന്നെ ഗോൾഡ് മിനി ഫ്യൂച്ചർ, ഗോൾഡ് പെറ്റലും ഗിനിയയ്ക്കും വളരെ ചെറിയ പ്രോഫിറ്റ് ഒക്കെ കാണത്തുള്ളൂ. 200-300 രൂപയൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇത് ചെയ്താൽ മതി. സിൽവറിന്റെ മൈക്രോ ചെയ്യാം. സിൽവറിന്റെ മൈക്രോ അത്യാവശ്യം മൂവ്മെന്റ് കിട്ടും. സിൽവറിന്റെ ഇൻഫോ നോക്കുവാണെങ്കിൽ സിൽവർ മൈക്രോ വരുന്നത് 1 കിലോയിലാണ്. ഫുൾ സിൽവർ വരുന്നത് 30 കിലോ ആണ്. 30 കിലോ ആണ് സിൽവർ ഫുള്ള് വരുന്നത്. സിൽവർ മിനി വരുന്നത് 1 കിലോയിലാണ്. സിൽവർ മിനിയുടെ ഫ്യൂച്ചർ മേടിക്കാനുള്ള കാശ് 15,000 രൂപ. അതായത് 1000 പോയിന്റ് കയറുമ്പോൾ 1000 രൂപ കിട്ടും. അങ്ങനെ ഉണ്ട് അതിന്റെ കണക്ക്. ഇത്ര നോക്കണം, എനിക്ക് ഓർമ്മയില്ല, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. സിൽവറിന്റെ ഓപ്ഷൻസ് എന്തെങ്കിലും കിട്ടും. സിൽവറിനകത്തും ഓപ്പൺ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ മെറ്റൽസിൽ വരികയാണെങ്കിൽ കോപ്പർ നല്ലതാണ്. കോപ്പർ അത്യാവശ്യം മൂവ്മെന്റ് ഡെയിലി ഉണ്ടാവുന്നതാണ്. കോപ്പറിന്റെ ഫ്യൂച്ചർ വാങ്ങണമെങ്കിൽ 12 ലക്ഷം രൂപ വേണം. പിന്നെ സിങ്ക് മിനി ഉണ്ട്. സിങ്ക് മിനി ബൈ ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ എടുത്തു, 1,50,000. ഇതിന്റെ ഫുള്ളിന് നല്ല എമൗണ്ട്, 7 ലക്ഷം 8 ലക്ഷം രൂപ. എനി ഡൗട്ട്? ഹലോ, അവസാനത്തെ 10 പേർക്കുള്ള ഡൗട്ട് ഉണ്ട്. അതെ, മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല കുറച്ച്, അതുകൊണ്ട് സംശയം കുറവാണ്. മുഴുവൻ കേട്ടിട്ട് സംശയം ചോദിക്കാം. അതല്ല, കാല് കാണാനായിട്ട് കുറെ ആൾക്കാർ വന്നു വീട്ടില്. ഒരു 8-10 പേര് വീട്ടിൽ വന്നു കാല് കാണാനായിട്ട്. അപ്പൊ ആ സമയത്ത് എങ്ങനെയാ, അതുകൊണ്ട് ഇതൊന്ന് മാറിയതാ. ക്ലാസ് കഴിഞ്ഞ്. ഓക്കെ, എന്തായാലും ഞാൻ മുഴുവൻ കേട്ടിട്ട് ട്രേഡ് എടുക്കും എന്തായാലും. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല, അതുകൊണ്ട് സംശയമില്ല. എനിക്കിതിനെ പറ്റിയൊന്നും അറിയാത്തോണ്ട് സംശയമൊന്നുമില്ല. ഇങ്ങനൊക്കെ വലിയ പഠിക്കുന്നു, ഇപ്പൊ പഠിച്ചില്ല. സന്ദീപേട്ട, ഇതിന് റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. എത്ര 3 ലക്ഷം 20,000 ഒക്കെ വലിയ എമൗണ്ട് ഒക്കെ പറയുന്നത്.
ഈ ജോബി ചേട്ടൻ. ആണോ ആണോ അത്ര ഉണ്ടല്ലേ? അല്ല ഈ 20,000 രൂപ ചെയ്യാന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ കുഴപ്പമില്ലല്ലോ, 20,000 വെച്ച് ചെയ്യാലോ നമുക്ക്. 1000 രൂപ കിട്ടാൻ അതുപോലെ. ക്രൂഡ് ഓയില് ഫുള്ളിന്റെ ഓപ്ഷൻ എടുക്കുക. ഫുള്ളിന്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്കിൽ കയറുക. ബൈ ആണെങ്കിൽ ബൈ. എമൗണ്ട് വരുന്നത് 16,000 17,000. ഈ 162 കാണിക്കുന്നതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് എന്റെ ബൈ റേറ്റ്. അപ്പോൾ ഇവിടെ ഈ ഇത് ലാസ്റ്റ് പ്രൈസ് ഇതാ. അപ്പൊ ഇവിടെ 11,000, ഇത് 13,000, 13,900, ഇത് 10,000, ഇത് 8,700. പക്ഷെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കണം. ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ള സൈഡിലെ കയറാം. ഈ സൈഡ് 172, 17,200, 19,750, 21,700. ആ ഒരു റേഞ്ച്. ഇവിടെ ഒന്നും ഓപ്പൺ ഇൻട്രസ്റ്റ് ഇല്ല. നാച്ചുറൽ ഗ്യാസ് അതുപോലെ തന്നെ ഓപ്ഷൻസ് എടുക്കാം. നാച്ചുറൽ ഗ്യാസ് ഓപ്ഷൻസ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്. നാച്ചുറൽ ഗ്യാസിലായാലും ഇത് 14.65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.65 ഇൻറ്റു 14.65 1,250. അപ്പോൾ ഒരു 16 രൂപയ്ക്ക് ആവും ഇത് ബൈ ചെയ്യാൻ. 1,250 ഉണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്. 18 രൂപ. അതായത് 15 നിന്ന് 16 പോകുമ്പോൾ നിങ്ങൾക്ക് 1,250 രൂപ കിട്ടും. ഈ 15 നിന്ന് 16 പോകണമെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ 3 പോയിന്റ് കാരണം. ഫ്യൂച്ചർ നേരത്തെ കാണിച്ച നാച്ചുറൽ ഗ്യാസിന്റെ 296 ആണെങ്കിൽ 297, 299 പോയാൽ മാത്രമേ അവിടെ ഒരു പോയിന്റ് കയറും. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് 3,250 കിട്ടും. പക്ഷെ 3,250 നിങ്ങൾ 17 ലക്ഷം രൂപ എടുത്തെടുക്കണം. അതാണ് വ്യത്യാസം. അപ്പോൾ ഓപ്ഷനിൽ സഡൻ മൂവ്മെന്റുകൾ, നല്ല മൂവ്മെന്റുകൾ വരുമ്പോൾ അത്യാവശ്യം 1,000 രൂപ 2,000 രൂപയൊക്കെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഇല്ലെങ്കിൽ 2 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. പക്ഷെ കുറച്ച് ഫാസ്റ്റ് മൂവ്മെന്റുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത എക്സ്ചേഞ്ച് ആണ് നമ്മൾ സംസാരിച്ച NCDX. അതിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടെ വേണമെങ്കിൽ കാണിച്ചു തന്നേക്കാം. ഒന്ന് സ്ക്രീൻ ഷെയർ കണ്ടോ? ആഷിക്കുണ്ടോ? പോയ ആഷിക്കണ്ട? ആശിക്കുണ്ട്. മാനിയൽ വെച്ചാൽ എപ്പോഴാണ് വരുന്നത്? ഇല്ല, ഞാൻ കുറെ നേരമായി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും മനസ്സിലാകാത്തോണ്ട് മിണ്ടാണ്ടിരിക്കുവായിരുന്നു. ഞാൻ ആശംസ അറിയിക്കാൻ വന്നിരിക്കുന്നു. ഇല്ല, രമണി ടീച്ചർ ഉറങ്ങി വീണത് കണ്ടു. ആരാ ആഷിക്ക ഇത് NCDX? അല്ല ഒന്ന് NCDX ഒന്ന് ഓപ്പൺ ചെയ്യും. ഞാൻ നേരത്തെ ചാറ്റിനകത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ചാറ്റിനകത്ത് ലിങ്ക് തന്നിട്ടുണ്ട്. NCDX. ഇത് MCX അല്ല. NCDX ആണ്. പിന്നെ കമ്മോഡിറ്റി നമ്മുടെ മാർക്കറ്റ് അതിന് ടെൻഷൻ ഒന്നുമില്ല. ഓഡിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നീ സ്റ്റോപ്പ് ലോസ് അല്ല ടാർഗറ്റ് അടിച്ചോളൂ. നമ്മുടെ മാർക്കറ്റിലെ കണക്കിൽ ടെൻഷൻ ഇല്ല. അതെ, അത് ബ്രോക്കറെ അനുസരിച്ചിരിക്കും. ബ്രോക്കർ തരുന്ന ബ്രോക്കർമാരുണ്ടോ നോക്കണം. വന്നില്ലേ? വന്നു. വന്നോ? ഇല്ലേ? അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള എക്സ്ചേഞ്ച്. സന്ദീപിനെ പോലുള്ളവർക്ക് കൈ നനയാതെ ചെളി പറ്റാതെ കൃഷി ചെയ്തുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കാം. ഇതെല്ലാം സീസണൽ പ്രോഡക്ട്സ് ആണ്. ഇതിന്റെ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ അതിനകത്ത് കാണാം.
ഈ എക്സ്ചേഞ്ചിലെല്ലാം സെബി റെഗുലേറ്റഡ് ആണ്. NCDEX-ഉം MCX-ഉം BSE NSE ഇതെല്ലാം പ്രൊഡക്ട്സ് ഇല്ലേ, പ്രൊഡക്ട്സ് നോക്കട്ടെ. മേളിലുണ്ടല്ലോ, മാർക്കറ്റ് ഡാറ്റ ഓപ്ഷൻ പ്രൊഡക്ട്സ്. കാണുന്നില്ലേ? ഇതിലാ കാണില്ല. ഇതില് ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇല്ല, താണ്ട് ഈ മാർക്കറ്റ് ഡാറ്റ ഓപ്ഷൻ പ്രൊഡക്ട്സ് ആ എനിക്ക് കാണാമല്ലോ. വന്നു. കിട്ടി. ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രോഡക്റ്റുകൾ. ചന, ബാർലി, ബജ്ര, വീറ്റ്, മൂങ്ക്, ഇതൊക്കെ സീസൺ അനുസരിച്ച് ഇതിന്റെ സെയില്. ബസുമതി റൈസ്, ഗ്രൗണ്ട് നട്ട്, ക്രൂഡ് സൺഫ്ലവർ, കാസ്റ്റോൾ സീഡ്, റിഫൈൻഡ് കാസ്റ്റോൾ സീഡ്, സോയാബീൻ. താഴെ പോയി കഴിഞ്ഞാൽ ഫൈബേഴ്സിനകത്ത് ഇതുണ്ട്, കറാസ്, നമ്മുടെ കോട്ടൺ അത്യാവശ്യം മൂവ്മെന്റ് തരുന്നത്, കോഫി, സ്പൈസസ് ഉണ്ട്, പിന്നെ ജീര, കോഫിയൊക്കെ നല്ല ഇത് തരും. കോഫിയും കോട്ടണുമാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അത്യാവശ്യം ഇത് കൊടുക്കുന്നതാണ്. കോഫി ഇല്ലേ? കോഫി കാണുന്നില്ല. സ്പൈസസ് താഴോട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് ജീരാമിനി. ജീരുണ്ട്. പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോക്കയുണ്ട്. കോക്ക, നമ്മളെ ചോക്ലേറ്റ് ഉണ്ടാകുന്ന കോക്ക, കോഫി, കോട്ടൺ, ഇത് മൂന്നും ഇന്റർനാഷണൽ മാർക്കറ്റ് അത്യാവശ്യം ഇത് കൊടുക്കുന്ന, മൂവ്മെന്റ് കൊടുക്കുന്ന. ഓക്കെ, അപ്പം ഇതാണ് ആ വെബ്സൈറ്റ്. അപ്പൊ ഞാൻ എൻ്റെ ഒന്ന് ഷെയർ ചെയ്യാം. ശരി, വെക്കട്ടെ. ആ, കോഫി കണ്ടോ? കോഫി NCDEX-ന്റെ കോഫിയാണ് ഇവിടെ കിടക്കുന്നത്. തിരിച്ചാൽ കിട്ടും. കോഫി ഉണ്ടോ? കോഫി കമ്മോഡിറ്റിയിലെ ഇല്ല. കോട്ടൺ കിട്ടും. കോട്ടണിന്റെ ഫ്യൂച്ചർ ഉണ്ട്. കുറാം സീഡ്, അതൊരു സാധനമുണ്ട്. അതും ചില സമയത്ത് ചന, പിന്നെ അങ്ങനത്തെ ഉള്ളതെല്ലാം NCDEX നമ്മൾ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ കോട്ടൺ കണ്ട മാതിരി. ആ സാധനങ്ങളൊക്കെ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. എനിക്ക് പേരൊന്നും കിട്ടുന്നില്ല. അപ്പം അതും ഇവിടെ വരും. ഇപ്പൊ ഞാൻ അവിടെ പറയാൻ വിട്ടുപോയ സാധനം, സ്ക്രീൻ വന്നോ? ഓക്കെ. ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എല്ലാ ആഴ്ചയും US അവരുടെ ഇൻവെന്ററിയുടെ ഒരു ഡീറ്റെയിൽസ് പുറത്തു വിടും. ഇതിപ്പോ ക്രൂഡ് ഓയിലിന്റെ ലാസ്റ്റ് റിലീസ് ചെയ്ത May 29 അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ ഫോർകാസ്റ്റ് 1 മില്യൺ ആയിരുന്നു. പ്രീവിയസ്ലി
1.328 മില്യൺ ആയിരുന്നു. ഇപ്പോഴത്തെ ആക്ച്വലി -2.79. ദാറ്റ് ഈസ് മീൻസ് പോസിറ്റീവ്. ഫോർകാസ്റ്റിനേക്കാൾ 1 മില്യൺ ഫോർകാസ്റ്റ് ചെയ്തെങ്കിൽ അതിനേക്കാൾ കുറവാണ് കൺസെപ്ഷൻ. അതുകൊണ്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ പ്രൈസ് അപ്പ് പോകേണ്ടതാണ്, പക്ഷെ പോയിട്ടില്ല. ഇത് പ്രീവിയസ് ഓരോ വീക്കിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 21, 14. ഇത് മോസ്റ്റ് ഓഫ് ദ ഡേ എനിക്ക് തോന്നുന്നു തേഴ്സ്ഡേ ആണ്. 29 ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ 29 തേഴ്സ്ഡേ, 21 വെനസ്ഡേ, 14 വെനസ്ഡേ, 7 ഇത് യൂഷ്വലി വെനസ്ഡേ ആണ് വരുന്നതെന്ന് തോന്നുന്നു. ഈ മന്ത് എൻഡിൽ തേഴ്സ്ഡേയും വരുമെന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ ഒരു ഇതൊരു ബേസ് ചെയ്തിട്ടാണ് ഒരുവിധപ്പെട്ട മൂവ്മെന്റുകളൊക്കെ ആഴ്ച നടക്കുന്നത്. ഇപ്പൊ ഇത് നെഗറ്റീവായ സ്ഥിതിക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. കൂടുതൽ ഡൗൺ ട്രെൻഡ് ആണ്, പക്ഷെ മൺഡേ ഒക്കെ ഒരു തിരിച്ചു പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് അതിന്റെ ഇൻവെന്ററി ഡാറ്റ. ഇതുപോലെ തന്നെ ഇൻവെന്ററി നമ്മുടെ നാച്ചുറൽ ഗ്യാസിനും ഇൻവെന്ററി ഡാറ്റ ഉണ്ട്. എന്നിട്ട് സ്റ്റോറേജ് റിപ്പോർട്ടാണിത്. ഇത് ജൂൺ 5-നാണ് അടുത്ത റിലീസ്. ഇത് മെയ് 29-ന് 10:30 AM, അതായത് 8 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ മാർക്കറ്റിൽ പബ്ലിഷ് ആവുന്നത്. 8 മണിക്ക് നല്ലൊരു മൂവ്മെന്റ് കാണാം. മെയ് 29 8 മണി. നാച്ചുറൽ ഗ്യാസിൽ വല്ലതും സംഭവിച്ചു നോക്കാം. മെയ് 29 8 മണി. 8 മണിക്ക് താഴോട്ടടിച്ചിട്ട്, പക്ഷെ 8 മണിക്ക് താഴോട്ടടിച്ച് ഡേറ്റ വന്നപ്പോൾ. ഡേറ്റ എന്തായാലും നോക്കാം. ഡേറ്റ ഇവിടെ വന്നതല്ല, ഇവിടുന്ന് ഡൗൺ അടിച്ച് 301-ന്ന് 294 വരെ വന്നു. ചില സമയത്ത് 1 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഭയങ്കരമായിട്ട് 10-30 പോയിന്റ് ഒക്കെ കിട്ടും. അതൊരു റിസ്കി ഗെയിമാണ്. ഇപ്പൊ ഡേറ്റ നെഗറ്റീവ് ആയിരുന്നു. ഡേറ്റ ടോട്ടൽ 5 5:23 5:16 പ്രീവിയസ് ഇച്ചിരി ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ ആണ്. VC ഡേറ്റ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഓക്കെ, റെഡ് ആയിരുന്നു, അതുകൊണ്ടാണ് അടിച്ചത് താഴോട്ട്. അതായത് ഫോർകാസ്റ്റ് 98 ഇതായിരുന്നു, BTU ആയിരുന്നു. പിന്നെ പ്രീവിയസ് 120 ആയിരുന്നു. ആക്ച്വലി 101. അപ്പോൾ ഫോർകാസ്റ്റിനേക്കാൾ കൂടിയപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയതുകൊണ്ടാണ് ആ സമയത്ത് 8 മണിക്ക് ഈ സാധനം താഴോട്ടടിച്ചത്. അതിന് പ്രീവിയസ് ഡേറ്റ വന്നത് അടുത്തത് ജൂൺ 5-നാണ്. പ്രീവിയസ് മെയ് 22. മെയ് 15 നോക്കാം. മെയ് 15-ന് 110 പോസിറ്റീവ് ആയിരുന്നു. അതായത് 111 ഫോർകാസ്റ്റ്, 104 പ്രീവിയസ് ആയിരുന്നു. 100 ഫോർകാസ്റ്റിന് താഴെ 110 ആയിരുന്നു. ദാറ്റ് മീൻസ് ബിലോ എസ്റ്റിമേറ്റ്. അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരുന്നു. അത് ഡേറ്റ് എന്നാണ് മെയ് 15. മെയ് 15-ന് എന്താ സംഭവിച്ചെന്ന് നോക്കാം. മെയ് 15-ല് ഡേറ്റ 8 മണിക്ക് വരുന്നത്. മെയ് 15-ല് ഡേറ്റ വന്നപ്പോൾ 8:30 8 മണിക്ക് ഡേറ്റ വന്നപ്പോൾ താഴോട്ടടിച്ചിട്ട് അതുപോലെയാണ് തിരിച്ചു കയറി. അതായത് ഇവിടെ അപ്വേർഡ് പോരുന്നത്, ഇവിടുന്ന് മേലോട്ട് പോകുന്നതിന് പകരം ആൾക്കാർ ഇവിടെ വന്ന് ഷോർട്ട് സെൽ ചെയ്ത് താഴെ വന്നു തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് പഴയ പൊസിഷനിൽ പോയിരുന്നു. അപ്പം ഇതാണ് രണ്ട് ഡേറ്റ. അതും മെയ് 29, 22, 15, 8. ഇപ്പൊ 15, 8 എന്നൊക്കെ പറയുമ്പോൾ ദിവസം നോക്കാം. 15, 8 അത് തേഴ്സ്ഡേ ആണ് ഡേറ്റ വരുന്നത്. 22, 29 ക്രൂഡ് ഓയിലിന്റെ ഡേറ്റ വെനസ്ഡേ, നാച്ചുറൽ ഗ്യാസിന്റെ ഡേറ്റ തേഴ്സ്ഡേ ആണ് വരുന്നത് എവരി വീക്ക്.
ആ ദിവസം ഭയങ്കര ഹ്യൂജ് മൊമെന്റുകളുണ്ടാവും. ഓക്കെ, 9 പേരായി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നിർത്താം. അങ്ങനെ ആവട്ടെ. അപ്പൊ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് വീണ്ടും കേട്ടാൽ മതി. അല്ല, സിബിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ റെക്കോർഡിങ്. ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. അപ്പൊ ഒരു സന്തോഷം, നന്ദി പറയുന്നു. ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.